പ്രിയമുള്ളവരെ, പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ദൈവവചനത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തിൻ്റെ അനന്തമായ ഒരു പ്രണയ സംഗീതമാണ് ദൈവവചനം എന്ന് നമ്മൾ കേട്ടു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനുഷ്യരാശിക്ക് വേണ്ടി ദൈവം നൽകിയ പ്രണയക്കുറിപ്പുകളാണ് ദൈവവചനങ്ങൾ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു പ്രാണപ്രിയൻ തൻ്റെ പ്രാണപ്രിയയായ സഖിയോട് പറയുന്ന മൊഴിമുത്തുകളായിട്ടാണ് ഉത്തമഗീതത്തിൽ ദൈവവചനത്തെ നമ്മൾ കാണുന്നത്. എസെക്കിയേലിന്റെ പുസ്തകം 36 അധ്യായം എടുക്കാമോ? എസെക്കിയേലിന്റെ പുസ്തകം 36 അധ്യായം. എസെക്കിയേൽ 36 അധ്യായം 8 മുതലുള്ള തിരുവചനങ്ങൾ. സങ്കീർത്തനങ്ങളൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ എസെക്കിയേലിനെ ലഭിക്കും. എസെക്കിയേൽ 36 അധ്യായം 8 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കാമോ? ഇസ്രായേൽ മലകളെ, നിങ്ങൾ ശാഖകൾ കിളിർപ്പിച്ച് എൻ്റെ ജനമായ ഇസ്രായേലിനു വേണ്ടി ഫലം പുറപ്പെടുവിക്കുവിൻ. അല്ലേ? അപ്പോൾ കർത്താവ് നമ്മളോട് പറയുകയാണ്, അല്ലേ, നിങ്ങൾ എന്ത് ചെയ്യണം? ഫലം പുറപ്പെടുവിക്കണം. വായിക്കാമോ? ഇസ്രായേൽ മലകളെ, നിങ്ങൾ ശാഖകൾ കിളിർപ്പിച്ച് എൻ്റെ ജനമായ ഇസ്രായേലിനു വേണ്ടി ഫലം പുറപ്പെടുവിക്കുവിൻ. അല്ലെ? ശാഖകൾ കിളിർപ്പിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ പരിധികൾ വർദ്ധിപ്പിക്കുക. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനു വേണ്ടി നമ്മൾ സംസാരിക്കുക, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക, കർത്താവിന് വേണ്ടി ജീവിക്കുക. അങ്ങനെയാണ് ഈ ശാഖകൾ ഇങ്ങനെ കിളിർത്തു വരുന്നത്. നമ്മളിൽ നിന്ന് ദൈവവചനമാകുന്ന ആത്മീയ ശുശ്രൂഷകളാകുന്ന ഉയർന്നു വരണം? വിവിധ തരത്തിലുള്ള ശാഖകൾ പുറപ്പെട്ടു വരണം. വായിക്കാമോ? ഇസ്രായേൽ മലകളെ, നിങ്ങൾ ശാഖകൾ കിളിർപ്പിച്ച് എൻ്റെ ജനമായ ഇസ്രായേലിനു വേണ്ടി ഫലം പുറപ്പെടുവിക്കുവൻ. അവരുടെ പ്രത്യാഗമനം അടുത്തിരിക്കുന്നു. 9 വചനം അടിവരയിട്ട് വായിക്കണം. ഒരു വാഗ്ദാന വചനമാണ് ഈ വചനം. ഇതൊരു പ്രോമിസിങ് വേർഡാണ്. വായിക്കാമോ? 9 വചനം. ഇതാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു, ഞാൻ നിങ്ങളിലേക്ക് തിരിയും, നിങ്ങളിൽ ഉഴവും വിതയും ഉണ്ടാകും. ഒരിക്കൽ കൂടി വായിച്ചേ. ഇതാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അല്ലെ? നമുക്ക് വേണ്ടി നിലകൊള്ളാൻ ഒരാൾ, അത് പലപ്പോഴും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാൾ, നമ്മുടെ ഭാഗം പറഞ്ഞ് നമ്മളെ ചേർത്ത് നിർത്താൻ ഒരാൾ, നമ്മുടെ സങ്കടങ്ങളിൽ നമ്മളോടൊപ്പം നിൽക്കാൻ ഒരാൾ, അങ്ങനെ ഒരാളെയാണ് പലപ്പോഴും നമ്മുടെ ഹൃദയം അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ കിട്ടാത്തപ്പോഴാണ് പലരും ജീവിതം അവസാനിപ്പിക്കുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലെ? അവരോടൊപ്പം നിൽക്കാൻ ഒരാളില്ലാത്തത് കൊണ്ട്, അവരോട് ചേർന്ന് നിൽക്കാൻ, അവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ ആളില്ലാത്തത് കൊണ്ട്, അവരുടെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കാൻ, സംസാരിക്കാൻ, അല്പനേരം ഇരുന്ന് വർത്തമാനം പറയാൻ ആളുകളില്ലാത്തത് കൊണ്ടാണ് പലരും ഈ ജീവിതം വെറുത്തു പോകുന്നതിനൊരു കാരണം അതാണ്. അപ്പോൾ അതുകൊണ്ട് വചനം പറയുകയാണ്, ഇതാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. വളരെ ഒരു പ്രോമിസാണത്, വളരെ ശക്തമായ ഒരു വാഗ്ദാനമാണത്. ഇതാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. അടുത്ത വചനം വായിച്ചേ. ഞാൻ നിങ്ങളിലേക്ക് തിരിയും. അല്ലെ? കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളിലേക്ക് തിരിയും. അല്ലെ? നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോയാലും ഞാൻ നിങ്ങളിലേക്ക് എന്ത് ചെയ്യും? ഇങ്ങനെ തിരിഞ്ഞു വരും. നിങ്ങളിൽ എന്തുണ്ടാകും? ഉഴവും ഉണ്ടാകും, വിതയും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം പ്രയോജനമാകും. അല്ലെ? മുരടിച്ചു പോകുന്ന ഒരു ജീവിതമാവില്ല, വളർച്ചയില്ലാതെ മുറ്റിപ്പോയ ഒരു ജീവിതമാവില്ല. അതിങ്ങനെ സ്റ്റാഗ്നന്റ് അല്ല, അത് ഡൈനാമിക്കാണ്. അതാണ് ഹെബ്രായർ 4:12 നമ്മൾ നേരത്തെ അച്ഛൻ പറഞ്ഞത്. വചനം എന്താണ്? സജീവമാണ്. അല്ലെ? സജീവമാണെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾവേസ് ഡൈനാമിക്, ഇറ്റ്സ് നോട്ട് സ്റ്റാറ്റിക്. ഇതിങ്ങനെ അങ്ങനെ കെട്ടുപോയ ഒന്നല്ല, അങ്ങനെ നിലനിൽക്കുന്നതല്ല. ദൈവത്തിന്റെ വചനം എന്താണ്? വായിച്ചേ. സജീവവും ഊർജ്ജസ്വലവുമാണ്. അതെപ്പോഴും ഇങ്ങനെ കർമ്മനിരതമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളെയും പ്രവർത്തിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. വളരെ സജീവമാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ സജീവമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഇതാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു, ഞാൻ നിങ്ങളിലേക്ക് തിരിയും, നിങ്ങളിൽ ഉഴവും വിതയും ഉണ്ടാകും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 25 വചനം വായിക്കാമോ? 25 മുതലുള്ള വചനം. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. എസെക്കിയേൽ 36:25. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും, സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഒരു ഹൃദയം ഞാൻ നിങ്ങളിൽ നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും
നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരാക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് ദൈവം നമുക്ക് നൽകുന്ന വലിയൊരു വാഗ്ദാനമാണ്. തുടർന്നുള്ള വചനങ്ങൾ ഈ എസെക്കിയേലിന്റെ പുസ്തകം പ്രത്യേകിച്ച് 37-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു. അസ്ഥികളുടെ താഴ്വര, അല്ലെ? ജീവനില്ലാത്ത മേഖലകളിലേക്ക് എന്ത് കടന്നു വരികയാണ്? ജീവൻ കടന്നു വരികയാണ്. അസ്ഥികളിൽ എന്ത് ചെയ്യാണ്? ജീവൻ പ്രാപിക്കുകയാണ്. അത് മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസ്ഥകളാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ദുർഘടമായ സാഹചര്യങ്ങളിൽ പോലും ജീവൻ നൽകാൻ കർത്താവിന് സാധിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വചനം, ഇന്ന് രാവിലെ അത് വായിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു വചനമല്ല, ഇപ്പൊ കണ്ടതാണ്. എസെക്കിയേലിന്റെ പുസ്തകം 39-ാമത്തെ അധ്യായം എടുക്കാമോ? പരിശുദ്ധ കുർബാനയെ പറ്റിയുള്ള ഒരു വാഗ്ദാന വചനമാണ്. ബൈബിളിലെ വാഗ്ദാന വചനങ്ങൾ തന്നെ വെറുതെ വായിച്ചു പോയാൽ മതി, നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാകും. എസെക്കിയേലിന്റെ പുസ്തകം 39-ാമത്തെ അധ്യായം എടുക്കാമോ? എസെക്കിയേൽ 39:17 മുതലുള്ള തിരുവചനങ്ങൾ. എസെക്കിയേൽ 39-ാം അധ്യായം 17 മുതലുള്ള തിരുവചനങ്ങൾ വായിച്ചേ. മനുഷ്യപുത്ര, എല്ലാവരും വായിച്ചോ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എല്ലാത്തരം പക്ഷികളോടും വയലിലെ മൃഗങ്ങളോടും പറയുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന യാഗവിരുന്നിനായി എല്ലാ ഭാഗത്തു നിന്നും കൂട്ടമായി വരിക. ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചു വായിക്കണേ. മനുഷ്യപുത്ര, വായിച്ചോ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എല്ലാത്തരം പക്ഷികളോടും വയലിലെ മൃഗങ്ങളോടും പറയുക. എന്താ പറയേണ്ടത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന യാഗവിരുന്നിനായി എല്ലാ ഭാഗത്തു നിന്നും കൂട്ടമായി വരിക. അടുത്ത വചനം വായിച്ചേ. ഇസ്രായേൽ മലകളിലെ ഏറ്റവും വലിയ യാഗവിരുന്നാണിത്. അടുത്ത വചനം വായിച്ചോ. നിങ്ങൾ മാംസം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യും. ഏതാണത്? പരിശുദ്ധ കുർബാന. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അല്ലെ? പഴയ നിയമത്തിൽ വിശുദ്ധ കുർബാനയെ പറ്റി പ്രത്യേകിച്ച് ഈ വചനം എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഏറ്റവും അവസാനത്തെ വചനം എന്താണ്? നിങ്ങൾ മാംസം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യും. ഇതൊരിക്കലും ഇസ്രായേൽക്കാർക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യമാണ് രക്തം കുടിക്കുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പഴയ നിയമം മുഴുവനുമുള്ള ഒരു നിയമമായിരുന്നു, നിങ്ങൾ രക്തം കുടിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കാരണം ഒരു ജീവിയുടെ ജീവൻ അടങ്ങിയിരിക്കുന്നത് രക്തത്തിലാണ് എന്നാണ് അവരെന്ത് ചെയ്തത്? വിശ്വസിച്ചത്. അതുകൊണ്ട് മൃഗങ്ങളെയൊക്കെ കൊന്നു ഭക്ഷിക്കാം, പക്ഷെ ഒരിക്കലും നിങ്ങൾ അതിൻ്റെ രക്തമായിട്ട് എന്ത് ചെയ്യരുത്? അതിനെ കുടിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അങ്ങനെ കുടിക്കരുത്, ചോര കുടിക്കരുത് എന്ന് കൃത്യമായിട്ട് പാരമ്പര്യമുള്ള നിയമമുള്ള ഇസ്രായേൽക്കാരുടെ ജീവിതത്തിലേക്കാണ് ഒരു പ്രവചനം കടന്നു വരികയാണ്. എന്താണ് ആ പ്രവചനം? എന്താണ്? അല്ലെ? നിങ്ങൾ മാംസം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. 19-ാമത്തെ വചനം, താഴത്തെ വചനം വായിച്ചേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന യാഗവിരുന്നിൽ നിങ്ങൾ തൃപ്തരാവോളം മേധസ് ഭക്ഷിക്കുകയും മത്തുപിടിക്കുവോളം രക്തം കുടിക്കുകയും ചെയ്യും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അല്ലെ? മേധസ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പ് മുറ്റിയ മേധസ്സാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അത് പരിശുദ്ധാത്മാവാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു യാഗവിരുന്നിൽ മേധസ് കിട്ടും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കൊഴുപ്പ് മുറ്റി. അതിനേക്കാൾ വലുതിന് കിട്ടാനില്ല. ഒരു ബലിയർപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധാത്മാവും ഈശോയുമാണ്. ഈശോയെ നമ്മൾ ശരീരരക്തങ്ങളായി സ്വീകരിക്കുന്നു. അതാണ് നിങ്ങൾ മത്തു പിടിക്കുവോളം രക്തം കുടിക്കും, തൃപ്തരാവോളം മേധസ് ഭക്ഷിക്കും. മേധസ് എന്ന് പറഞ്ഞാൽ സത്ത, ഏറ്റവും പ്രധാനപ്പെട്ട സത്ത. ആ സത്തയുടെ പേരാണ് പരിശുദ്ധാത്മാവ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഒരു ബലി അർപ്പിക്കുമ്പോൾ എന്തൊക്കെയാണ് ലഭിക്കുന്നത്? മേധസ് കിട്ടുകയും രക്തം കിട്ടുകയും ചെയ്യും. രക്തം ആരെ സൂചിപ്പിക്കുന്നു? ഈശോ മിശിഹായെ സൂചിപ്പിക്കുന്നു. മേധസ് പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഒരു യാഗവിരുന്നിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒരു പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ, ഒരു ബലിയിൽ, ഒരു യാഗവിരുന്നിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് പരിശുദ്ധാത്മാവിനെയും ഈശോയെയുമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം അത് വലിയൊരു വാഗ്ദാന വചനമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ കൃപകൾ, ഈ ദൈവികമായ കൃപകൾ വരുന്നതിന് ചില ഘട്ടങ്ങളുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്? അതിന് ചില ഘട്ടങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. നമ്മൾ ആ ഘട്ടങ്ങളിലൂടെ പതിയെ നടന്ന് കയറിയാൽ ഈ ഒരു ആത്മീയ തലത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ.
എടുക്കാമോ? മർക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം. ഒരു ഉദാഹരണത്തിന് വേണ്ടി നമ്മളൊരു പുസ്തകം എടുക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. നമ്മൾ ഒരു രോഗസൗഖ്യം, ശ്രദ്ധിക്കുക, ഒരു രോഗസൗഖ്യം കാണുകയാണ്. ഈ രോഗസൗഖ്യം നമ്മൾ കാണുമ്പോൾ നമ്മളെ തന്നെ അതിനകത്തേക്ക് കയറ്റി വെക്കണം. നമ്മൾ ഓരോ വചനം വായിക്കുമ്പോഴും നമ്മളെ തന്നെ അതിനകത്തേക്ക് പ്ലേസ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ഘട്ടങ്ങളുണ്ട്. ആ ലോഗോസ് റേമയായി മാറണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അങ്ങനെയാണ് ലോഗോസ് റേമയായി മാറുന്നത്. നമ്മളെ തന്നെ എന്ത് ചെയ്യണം? ലോഗോസിനകത്തേക്ക് വെക്കുമ്പോൾ ആ ലോഗോസ് എന്തായി മാറ്റപ്പെടും? റേമയായി മാറ്റപ്പെടും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വഴികൾ മറന്നു പോകരുത്. നമ്മൾ ചില വാഗ്ദാന വചനങ്ങളാണ് കണ്ടത്, അല്ലെ? എന്താ കർത്താവ് പറഞ്ഞു? ഞാൻ നിങ്ങളിലേക്ക് തിരിയും, അല്ലെ? ഓർക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളിലേക്ക് തിരിയും എന്നൊരു വചനം കർത്താവ് പറഞ്ഞുണ്ട്. നിങ്ങളിൽ ഉഴവും വിതയും ഉണ്ടാകും, അല്ലെ? അത് വാഗ്ദാനമാണ്. അത് മറന്നു പോകരുത്. കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളിലേക്ക് എന്ത് ചെയ്യാൻ പോവാണ്? തിരിയാൻ പോവാണ്. നിങ്ങളിൽ അപ്പോൾ എന്തുണ്ടാകും? ഉഴവും വിതയും ഉണ്ടാകും. അതിന് ചില ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം. എടുക്കാമോ? മർക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം. പിശാച് ബാധിതനായ ഒരു മനുഷ്യനെ കർത്താവ് സുഖപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. വായിക്കാമോ? അല്ലെ? ഈ പിശാച് ബാധ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്: ഉഴവുമില്ല, വിതയുമില്ല. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ കർത്താവ് തന്നെ പറയുന്നുണ്ട്, പാപം ചെയ്ത, അല്ലെ? പിശാച് എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ പ്രതീകമാണ്. അവൻ ആരുടെ അടിമയാണിപ്പോ? പാപത്തിന്റെ അടിമയാണ്. പാപം ചെയ്യുന്നവൻ ആരുടെ അടിമയാണ്? പാപത്തിന്റെ, അല്ലെ? അടിമ ഒരിക്കലും ഭവനത്തിൽ വസിക്കുന്നില്ല. ഇങ്ങനെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അവൻ വസിക്കുന്നത് എവിടെയാണ്? ശവക്കോട്ടയിലാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഉഴവും വിധയുമില്ല. അവനിങ്ങനെ ആരൊക്കെയോ ചേർന്ന് അവനെ എന്ത് ചെയ്തിരിക്കുകയാണ്? ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവന് അവൻ്റെതായ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അവൻ്റെ ജീവിതം അവന് ജീവിക്കാൻ പറ്റുന്നില്ല. അവൻ മറ്റാരുടെയോ കൺട്രോളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവന് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. കാരണം അവനൊരു പിടുത്തത്തിലാണ്. അവനൊരു ചെങ്ങലക്കെട്ടിനിടയിൽ കിടക്കണം. അവനിൽ ഉഴവുമില്ല, വിതയുമില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി പിശാച് ബാധ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ദൈവം മാറി നിൽക്കുന്നൊരവസ്ഥ. ദൈവമില്ലാത്ത അവസ്ഥയുടെ പേരാണ് എന്ത്? പൈശാചികത. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലേ? ദൈവമില്ല. ദൈവം ഉണ്ടെങ്കിൽ പിന്നെ പിശാചില്ല, അല്ലെ? പകലും രാത്രിയും കൂടെ ഒരുമിച്ച് വരുമോ? ഇല്ല. ഒന്നുകിൽ പകല് അല്ലെങ്കിൽ രാത്രി. പകല് മാറുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? രാത്രി എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ ദൈവ സാന്നിധ്യം, നരകം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവമില്ലാത്ത അവസ്ഥയുടെ പേരാണ് എന്ത്? നരകം. നരകം എന്ന് പറയുന്നത് 10 ഏക്കർ വസ്തു ഇങ്ങനെ തരംതിരിച്ചിട്ടിരിക്കുന്ന അതിനെ അല്ല, ആ ഒരു ഭൂമിയെ അല്ല നരകം എന്ന് വിളിക്കുന്നത്. നരകമെന്ന് വിളിക്കുന്നത് ദൈവ സാന്നിധ്യം ഇല്ലാത്ത ഒരു വ്യക്തി ദൈവത്തിൽ നിന്നകന്ന് ദൈവത്തിന് വിധേയപ്പെടാതെ ജീവിക്കുന്ന ഒരവസ്ഥയുടെ പേരാണ് എന്ത്? നരകം. മനസ്സിലാവുന്നുണ്ടല്ലോ? നരകം എന്ന് പറയുന്നത് ഒരു പ്ലേ ഗ്രൗണ്ട് അല്ല, ഒരു അതിർത്തിയല്ല. ഇത്ര അതിർത്തി, അത് ഇത്ര നരകം, കേട്ടോ. അങ്ങനല്ല. ദൈവ സാന്നിധ്യം എവിടെ ഉണ്ടോ അവിടെ സ്വർഗം. ദൈവ സാന്നിധ്യം എവിടെ ഇല്ലയോ അവിടെ ദൈവമില്ലാത്ത അവസ്ഥയുടെ പേരാണ് എന്ത്? നരകം. മനസ്സിലാവുന്നുണ്ടോ? ദൈവാനുഭവം ഉണ്ടാകുന്നില്ല, ദൈവത്തിന് ഒരു വില കൊടുക്കുന്നില്ല. ആ ഒരു ജീവിതം നരക ജീവിതമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ദൈവമില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ ഭരണം ആരാണ്? പിശാചാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് എപ്പോഴും ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കിക്കോണേ. എപ്പോഴും ഒന്നുകിൽ ദൈവാത്മാവ് അല്ലെങ്കിൽ ദുരാത്മാവ്. ഇത് ഏതെങ്കിലും ഒന്ന് എപ്പോഴും ഉണ്ട്. അപ്പൊ ദൈവാത്മാവ് ഇല്ലാത്ത അവസ്ഥയുടെ പേരാണ് എന്ത്? ദുരാത്മ, പൈശാചികത. അപ്പൊ ഇവിടെ ഉഴവും വിതയും ഇല്ലാത്തൊരു മനുഷ്യനിലേക്ക് എങ്ങനെയാണ് ഉഴവും വിതയും വരുന്നത്? അതാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ വചനം മറന്നു പോകരുത്. എസെക്കിയേൽ നമ്മൾ കണ്ടത് എന്താണ്? കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളിലേക്ക് തിരിയും. ഞാൻ നിങ്ങളിലേക്ക് തിരിയും. നിങ്ങളിൽ എന്തുണ്ടാകും? ഉഴവും വിതയും ഉണ്ടാകും. ഉഴവും വിതയും ഉണ്ടാകും. ഇതിനു വേണ്ടി ആഗ്രഹിക്കണം. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പൊ ഞാനൊരു സ്ഥലത്ത് താമസിക്കുമ്പോൾ എന്നിൽ എന്തുണ്ടാകണം? ഉഴവും ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടൊരു പ്രയോജനം ഉണ്ടാകണം, എന്നെ കൊണ്ടൊരു മെച്ചമുണ്ടാകണം. ഞാനെന്ന് പറയുന്ന ജീവിതം ഒരു പ്രയോജനമുള്ളൊരു ജീവിതമായി മാറണം. അനേകം ആളുകൾക്ക് പ്രത്യാശ കിട്ടുന്ന ഒരു ജീവിതമായി നമ്മുടെ ജീവിതം മാറണം. അനേകം ആളുകൾക്ക് യേശുവിനെ കിട്ടുന്ന ഒരു ജീവിതമായി നമ്മുടെ ജീവിതം മാറണം. അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിൽ ഒരു ദൈവികമായ കൃപ എപ്പോഴും കടന്നു വരികയും
ഒരു 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 പ്രവർത്തനം നമ്മളിൽ നിന്നിവിടെ നടക്കുകയും വേണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലേ? അപ്പോൾ ആ ഒരു ദൈവ വിളിയെ നമ്മൾ എന്ത് ചെയ്യണം? കൃപയോടെ സ്വീകരിക്കണം. അല്ലേ? ഒരു വചനം ഒന്ന് എടുക്കാം. ആ മർക്കോസിൽ ഒരു അടയാളം വെച്ചിട്ട് 1 കൊരിന്തോസ് 7-ാമത്തെ അധ്യായം 1 കൊരിന്തോസ് 7-ാമത്തെ അധ്യായം 1 കൊരിന്തോസ് 7-ാമത്തെ അധ്യായം 17 മുതലുള്ള തിരുവചനങ്ങൾ. 1 കൊരിന്തോസ് 7-ാം അധ്യായം 17 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കാമോ? ദൈവത്തിൻ്റെ നിയോഗവും വിളിയുമനുസരിച്ച് ഓരോരുത്തരും ജീവിതം നയിക്കട്ടെ. മതി അല്ലേ? എന്താണ്? ഒരിക്കൽ കൂടി വായിച്ചേ. ദൈവത്തിൻ്റെ നിയോഗവും വിളിയുമനുസരിച്ച് ഓരോരുത്തരും എന്ത് ചെയ്യട്ടെ? ജീവിതം നയിക്കട്ടെ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഇനി മറ്റൊരു വചനം 2 കൊരിന്തോസ് അടുത്ത 2 കൊരിന്തോസ് 3-ാമത്തെ അധ്യായം 2 കൊരിന്തോസ് 3-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം. 2 കൊരിന്തോസ് 3:3 വായിച്ചേ. മഷി കൊണ്ടല്ല, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട്, കൽപ്പലകകളിലല്ല, മനുഷ്യരുടെ ഹൃദയ ഫലകങ്ങളിൽ ഞങ്ങളുടെ ശുശ്രൂഷ വഴി എഴുതപ്പെട്ട, അടുത്ത വചനം വായിച്ചേ, ക്രിസ്തുവിൻ്റെ ലിഖിതമാണ് നിങ്ങൾ. അല്ലേ? അപ്പൊ നമ്മൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ എന്താണ്? ക്രിസ്തുവിൻ്റെ ലിഖിതമാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മൾ എന്തായി തീരണം? നമ്മളിൽ ഉഴവും വിതയും ഉണ്ടാകണം എന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. കർത്താവിൻ്റെ ഒരു ലിഖിതമായി മാറുക, വിളിയും നിയോഗവും അനുസരിച്ച് ജീവിക്കുക. അങ്ങനെ ഒത്തിരി വചനങ്ങൾ ഈ പൗലോസ്ലീഹ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് പറയുന്നുണ്ട്. ഒത്തിരി നമ്മൾ ഉഴവും വിതയും ഉണ്ടാകുക എന്ന ആശയത്തിൽ നമ്മുടെ ജീവിതം കർത്താവിൻ്റെ സൽപ്രവർത്തികൾക്ക് വേണ്ടി യേശുക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങളെന്നൊക്കെ ഉള്ള വചനങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരികയാണ്. 5-ാമത്തെ അധ്യായം. അടുത്ത മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം. ഒരു വ്യക്തിയുടെ ജീവിതം മാറുന്നത് എങ്ങനെയാണ്? വായിക്കാമോ? 5 മുതലുള്ള അധ്യായം. അവർ കടലിന്റെ മറുകരയിൽ ഗരേസേനരുടെ നാട്ടിലെത്തി. അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. അല്ലെ? എവിടെ നിന്നാണ് അവൻ വരുന്നത്? ശവകുടീരങ്ങൾക്കിടയിൽ നിന്നാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ ജീവിതവും അവനായിരിക്കുന്ന സ്ഥലവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. എപ്പോഴും ഓർത്തോണം, ഒരു വ്യക്തിയുടെ ജീവിതവും അവനായിരിക്കുന്ന ഒരു സ്ഥലവും തമ്മിൽ എന്തുണ്ട്? അസാധാരണമായ ഒരു ബന്ധമുണ്ട്. അവൻ്റെ ചിന്തകൾ, അവൻ്റെ ജീവിതത്തിൻ്റെ ശൈലികൾ രൂപപ്പെടുന്നത് അവനായിരിക്കുന്ന ഇടവുമായിട്ട് അവനുള്ള ഒരു ബന്ധത്തിലാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം, ആത്മീയമായിട്ടുള്ള മേഖലകളിൽ നിൽക്കുന്ന ആളുകൾ, ആത്മീയ ശുശ്രൂഷകൾ, എപ്പോഴും ഇങ്ങനെ ആത്മീയ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ പറയുന്നത് എന്തിനെ പറ്റിയാണ്? ആത്മീയ കാര്യങ്ങളെ പറ്റിയാണ്. അത് സംശയമില്ല. അവരോട് നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പോയാലും ഒരു മരണത്തിന് പോയാലും നമ്മളെ കാണുമ്പോൾ അവർ സംസാരിക്കുന്നത് ആത്മീയ കാര്യങ്ങളാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ല, ഇപ്പോൾ ഒരു ശുശ്രൂഷകനെ നമ്മൾ കണ്ടാൽ അയാൾ നമ്മളോട് ആദ്യം ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ധ്യാന കേന്ദ്രത്തിൽ എല്ലാവർക്കും സുഖമാണോ വെച്ചാൽ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകളൊക്കെ ഇനി അടുത്ത ധ്യാനം എന്നാണ്, അടുത്ത താമസിച്ചുള്ള ധ്യാനം എന്നാണ്, ഡാനിയേൽ അച്ഛൻ്റെ ഇപ്പോഴത്തെ ശുശ്രൂഷകൾ എന്താണ്, ബൈബിൾ വായനാ പദ്ധതിയുടെ അടുത്ത ഘട്ടം എന്താണ്, വെളിപാട് പുസ്തകത്തിൻ്റെ പഠനം അത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, ഇങ്ങനെയാണ് അവൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ്റെ ചിന്തകൾ മുഴുവൻ, അവൻ ഏത് മേഖലയിൽ വ്യാപരിക്കുന്നവനാണ്? അവൻ ആ കാര്യങ്ങളിൽ വ്യാപരിക്കുന്നവനാണ്. അല്ലേ? അദ്ദേഹം ഉടനെ പറയും വേറൊരു അച്ഛനുണ്ട് ധ്യാനിപ്പിക്കുന്ന ഒരു അച്ഛൻ, ആ അച്ഛൻ ഇങ്ങനെയാണ്, ആ അച്ഛൻ്റെ ധ്യാനം അവിടെയാണ്, അങ്ങനെയാണ്. അപ്പോൾ അവർ സംസാരിക്കുന്ന അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതവും അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന സ്ഥലവും നമ്മുടെ സംസാരവും നമ്മുടെ പ്രവൃത്തിയും ഒക്കെ ആയിട്ട് എന്തുണ്ട്? വലിയ ബന്ധമുണ്ട്. മനസ്സിലാവുണ്ടോ? കച്ചവട മേഖലയിൽ നിൽക്കുന്നവൻ എപ്പോഴും സംസാരിക്കുന്നത് കച്ചവടത്തെ പറ്റിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അവനതേ സംസാരിക്കാൻ പറ്റുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? റിയൽ എസ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ സംസാരിക്കുന്നത് ഓരോ സ്ഥലത്തെയും ഭൂമിയുടെ വില എങ്ങനെയാണ്, എങ്ങനെ പ്രമാണത്തിൽ വസ്തുവിൻ്റെ വില കുറച്ചെഴുതാം, എങ്ങനെ ബ്ലാക്ക് വൈറ്റ് ആക്കാം, വൈറ്റ് ബ്ലാക്ക് ആക്കാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവൻ ചിന്തിക്കുന്നത്. എങ്ങനെ ആരെ സ്വാധീനിക്കാം, ഏത് ആളെ സ്വാധീനിച്ചാലും നമുക്ക് ഇങ്ങനെ ചില മെച്ചമുണ്ടാകും, ഇതാണ് ഒരാൾ ചിന്തിക്കുന്നത്. കാരണം അവൻ്റെ തലയ്ക്കകത്ത് കിടക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ ആത്മീയ മേഖലകളിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ആത്മീയ കാര്യങ്ങൾ സംസാരിക്കുക. അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് കൂടുതൽ ആഗ്രഹിക്കുന്നതും. അപ്പോൾ ഇവൻ ഇറങ്ങി വന്നത് എവിടെ നിന്നാണ്? ശവകുടീരങ്ങൾക്കിടയിൽ നിന്നാണ് അവൻ വന്നത്. അവൻ്റെ ലൊക്കേഷൻ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു ലൊക്കേഷനാണ്. മനസ്സിലാവുന്നുണ്ടോ? അവൻ ശവകുടീരങ്ങൾക്കിടയിലാണ്.
അല്ലെ, ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ എന്തിനാണ് മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്നാണ് അല്ലെ കല്ലറയുടെ വാതിൽക്കൽ പോയ സ്ത്രീകളോട് ദൈവദൂതന്മാർ ഈസ്റ്ററിന്റെ പ്രഭാതത്തിൽ ചോദിച്ചത്. കർത്താവിനെ അന്വേഷിച്ച് ഈസ്റ്റർ ദിനത്തിൽ ഉയർപ്പ് ഞായറാഴ്ച രാവിലെ കല്ലറയിൽ വെളുപ്പാൻ രാവിലെ എത്തിയ സ്ത്രീകളോട് ദൂതന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ്? നിങ്ങൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത്? ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ ശവക്കല്ലറ ആർക്കുള്ളതാണ്? മരിച്ചുപോയ ആളുകൾക്കുള്ളതാണ്. മനസ്സിലാവുണ്ട്? ഇപ്പൊ ഇവൻ ജീവനുണ്ടെങ്കിലും അവൻ ഭൂമിയിൽ ജീവനോടെ ആയിരിക്കുന്നെങ്കിലും അവൻ ആയിരിക്കുന്ന ഇടങ്ങൾ അത്ര നല്ലതല്ല. മനസ്സിലാവുണ്ട്? അവൻ ശവക്കല്ലറയിലാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളാണ്, അല്ലെങ്കിൽ അത്രയും ആ ഒരു തലത്തിലേ അവന് ചിന്തിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങളെ ദൈവീകമാക്കി മാറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ദൈവീകമാക്കി മാറ്റണം. നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങൾ, നമ്മുടെ സ്ഥാപനം, അത് നമ്മൾ ദൈവീകമാക്കി മാറ്റണം. മനസ്സിലാണ്? ദൈവീകമാക്കി മാറ്റണം. എന്നാലേ പരിശുദ്ധാത്മാവ് ഇടപെടുകയുള്ളൂ. കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു ടീച്ചർ, അത് പുള്ളിക്കാരി ക്രിസ്ത്യാനിയല്ല, പക്ഷേ മാതാവിനോട് ഭയങ്കര വിശ്വാസമാണ്. മാതാവിനോട് ഭയങ്കര വിശ്വാസം. ഒരു ഹൈന്ദവയായ ഒരു ടീച്ചർ, വളരെ നല്ല കൗൺസിലിംഗ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ടീച്ചർ, കുട്ടികളെ, പ്രത്യേകിച്ച് അഡോളസെന്റ് പീരീഡിലുള്ള കുട്ടികളെ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നൊരു ടീച്ചർ. അപ്പോൾ അവരോട് ഞാൻ സംസാരിക്കുമ്പോൾ ഈ ടീച്ചർ ഒരാളെ, ഒരു കുട്ടി മുമ്പിൽ വന്നിരിക്കുമ്പോൾ അവരുടെ മനസ്സിനെ വായിച്ചെടുക്കാൻ ഒരു പ്രത്യേക കഴിവ് അവരുടെ അനുഭവത്തിൽ നിന്ന്, പഠനത്തിൽ നിന്ന്, പിന്നെ അവരുടെ ദൈവകൃപയിൽ നിന്ന് അവർക്കത് ലഭിച്ചിട്ടുണ്ട്. അത് ഒരാളെ കാണുമ്പോൾ തന്നെ അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഈ കുട്ടി എന്തുകൊണ്ടാണ് പഠിക്കാത്തത്, അല്ലെങ്കിൽ ഇവൻ എന്തുകൊണ്ടാണ് ഇവനൊരു സൂയിസൈഡൽ ടെംപ്റ്റേഷനുള്ള, ഇവനൊരു ആത്മഹത്യാ പ്രവണത കാണുന്നത് എന്തുകൊണ്ടാണ്, മയക്കുമരുന്ന് ഇവൻ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്, ഇവൻ ലഹരിയുടെ പിന്നാലെ പായുന്നത് എന്തുകൊണ്ടാണ്, ഇവൻ്റെ ഉള്ളിൽ ഈ തിന്മകളൊക്കെ ഇങ്ങനെ വരുന്നതിൻ്റെ കാരണം എന്താണ്, അത് കണ്ടുപിടിക്കാൻ അവർക്ക് ഭയങ്കര ഒരു സിദ്ധിയുണ്ട്. അത് കൗൺസിലിംഗ് ചെയ്യുന്ന വളരെ എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾക്കെല്ലാം അതിനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ ഞാൻ ഇത് കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ഈ ടീച്ചറിനോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഈ ടീച്ചർ എന്നോട് പറയാണ്, എല്ലാം ഒരു ദൈവകൃപയാണ് ഫാദർ. അത് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു സന്തോഷം തോന്നി. അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ എന്തോരം പഠിച്ചതാണ്, ഞാൻ 25 വർഷമായിട്ട് ഇതൊക്കെ ചെയ്യുന്നതാണ്, ഇതൊക്കെ എന്ത് എന്നാണ് സാധാരണ പറയേണ്ടത്. പക്ഷെ അവർ പറയുകയാണ്, അല്ലേ, ഒരാളുടെ മനസ്സിനെയൊക്കെ നമുക്കൊന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നത്, തെറ്റിപ്പോകുന്നൊരു കുഞ്ഞിനെ തിരുത്താൻ പറ്റുന്നത്, അതൊരു ദൈവകൃപയാണ് ഫാദർ എന്ന് എന്നോട് പറയണം. അതൊരു ദൈവകൃപയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ടീച്ചർ എന്നോട് പറയുകയാണ്, ഞാൻ പറഞ്ഞു ടീച്ചറിന് വളരെ ദൈവവിശ്വാസം കൂടുതലുള്ള ഒരാളാണല്ലേ. അവരെന്നോട് പറഞ്ഞു വെച്ചാൽ എല്ലാ ആഴ്ചകളിലും, മിക്കവാറുള്ള എല്ലാ ആഴ്ചകളിലും വെട്ടുകാട് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായി? എനിക്ക് ആ ക്രിസ്തുരാജന്റെ ആ രൂപം, വെട്ടുകാട് പള്ളിക്ക് മുമ്പിലുള്ള ക്രിസ്തുരാജന്റെ മുമ്പിലുള്ള രൂപത്തിലേക്ക് ചെല്ലുമ്പോൾ, അവിടെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ഞാൻ അവിടെ പോയി നിന്നിങ്ങനെ പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കേണ്ടത് എനിക്കറിയില്ല, പക്ഷെ ഞാൻ എൻ്റെ സങ്കടങ്ങളൊക്കെ ആ കർത്താവിനോട് കുരിശും പിടിച്ചിങ്ങനെ നിൽക്കുന്ന, എങ്കിലും വിജയിച്ചവനെ പോലെ നിൽക്കുന്ന, കുരിശാണ് കയ്യിലെങ്കിലും രാജാവിനെ പോലെയാണ് അവൻ നിൽക്കുന്നത്. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ പോയി എന്ത് ചെയ്യും ഞാൻ? എനിക്ക് കൂടുതൽ പ്രാർത്ഥിക്കാനൊന്നും അറിയില്ലെങ്കിലും ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് മാതാവിൻ്റെ ഒരു ഗ്രോട്ടോയുണ്ട്. ഞാൻ ആ മാതാവിൻ്റെ ഗ്രോട്ടോയിൽ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും പോയി 1 മിനിറ്റെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് എനിക്ക് സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ കൂടുതൽ സമയം ആ ഗ്രോട്ടോയിൽ പോയിരുന്നെന്ന് പ്രാർത്ഥിക്കും. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ അമ്മ നമ്മളെ ഇങ്ങനെ ചേർത്ത് നിർത്തുന്നത് പോലെ, നമ്മുടെ സങ്കടങ്ങളൊക്കെ ആരോ ഇങ്ങനെ ഒരു പഞ്ഞി കൊണ്ട് വെള്ളം ഒപ്പിയെടുക്കുന്നത് പോലെ മനസ്സിൽ നിന്ന് ഒരു പഞ്ഞി കൊണ്ട് ഈ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ ആരോ ഒപ്പി മാറ്റുന്നത്, ഒരു ഭാരം കുറയുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അവർ വന്ന് എന്നോട് ചോദിച്ചു, അച്ഛാ എനിക്ക് മാതാവിൻ്റെ ഒരു ഫോട്ടോ തരാമോ? എന്നോടല്ല ചോദിച്ചത്, അവിടെ ഒരു സ്റ്റാഫിനോട് ചോദിച്ചു, ഒരു ഫോട്ടോ തരാമോ? അപ്പോൾ അദ്ദേഹം വന്ന് എന്നോട് ചോദിച്ചു, അച്ഛാ അച്ഛൻ്റെ മാതാവിൻ്റെ ഫോട്ടോ ഉണ്ട്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ എന്തിനാണ് മാതാവിൻ്റെ ഫോട്ടോ? അല്ല, നമ്മുടെ ആ റൂമിൽ വെക്കണമെന്ന് ടീച്ചർ പറഞ്ഞു, അപ്പോൾ അത് വേണം അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ അത് എൻ്റെ മുറിയിൽ തന്നെ പറഞ്ഞൊരു കൊണ്ട് പെട്ടെന്ന് എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ എടുത്തു കൊടുത്തു. ഇവർ മാതാവിൻ്റെ ഫോട്ടോയും കുരിശും എല്ലാ റൂമിൽ ഇങ്ങനെ വെച്ച് പിള്ളേർ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ, അപ്പോൾ ഈ ടീച്ചറിനോട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ്, ഇപ്പം ഞങ്ങളുടെ ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ടാണോ ടീച്ചർ ഇങ്ങനെ ചെയ്യുന്നത്, നമ്മളെ ഒന്ന് ഇമ്പ്രസ് ചെയ്യിപ്പിക്കാനാണോ? അപ്പോൾ ഞാൻ തുടർന്ന് ചോദിച്ചു. അപ്പോൾ ടീച്ചറിനോട് പറഞ്ഞു, അങ്ങനല്ല അച്ഛാ, ഞാൻ എവിടെ ജോലി ചെയ്താലും നമ്മൾ ആ ഇരിക്കുന്ന സ്ഥലം മനസ്സിലുണ്ട്, അതൊരു ദൈവീക സംരക്ഷണമുള്ള സ്ഥലമാണെങ്കിലേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ദൈവീകമായി മാറുകയുള്ളൂ. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. കോളേജിലൊരു മുറിയിലിരുന്ന് അല്ലേ ഞാൻ എൻ്റെ അറിവ് വെച്ച് സംസാരിച്ചാൽ ഒരിക്കലും എനിക്ക് എന്ത് ചെയ്യില്ല, എനിക്ക് കുട്ടികളെ നേടിയെടുക്കാൻ സാധിക്കുകയില്ല. നമ്മൾ സംസാരിക്കുന്ന സ്ഥലം എനിക്ക് ഭയങ്കര ഒരു ഇമ്പ്രഷനായിട്ട് തോന്നി.
അതായത് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ തെറ്റിപ്പോകാൻ പാടില്ല. കാരണം ഒരാളുടെ ജീവിതമാണത്. മനസ്സിലാവണം. നമ്മളൊരു കുഞ്ഞിനെ നേർവഴിയിലൂടെ നയിക്കുമ്പോൾ നമ്മുടെ ഉപദേശമല്ല കൊടുക്കേണ്ടത്. കർത്താവ് എന്താണ് ഈ കുട്ടിയോട് പറയുന്നത്, കർത്താവ് എന്ത് പറയുന്നു, കർത്താവ് എന്താണ് ഈ കാര്യത്തിൽ സംസാരിക്കാനുള്ളത്, അതിനെന്ത് വേണം? ഈ അന്തരീക്ഷത്തെ അനേകം ആളുകൾ കയറി ഇറങ്ങി നടന്ന് അശുദ്ധമാക്കിയ ഒരു സ്ഥലത്ത് ഒരു 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 ഡിവൈൻ പ്രസൻസ് വരണമെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവീകമാക്കി മാറ്റണം. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവണം. അതുകൊണ്ട് ഞാൻ ആ മുറി മിക്കവാറും ഒക്കെ വെഞ്ചരിച്ച് പ്രാർത്ഥിക്കും. ഈ മുറി കാരണം അനേകം കുട്ടികൾ അവരുടെ ഹൃദയം തുറന്ന് സംസാരിക്കുന്ന സമയം എന്തോരം കുട്ടികളെയാണ് വലിയ തിന്മകളിൽ നിന്ന് ഈ ടീച്ചർ രക്ഷിച്ചെടുത്തെന്നറിയാം. എന്ന് പറഞ്ഞാൽ അവർ പറയുന്നതൊന്നും എൻ്റെ ഒരു മിടുക്കല്ല. കാരണം അവരോടൊരു 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടോ, വളരെ ക്രിമിനൽ മൈൻഡുള്ള കുട്ടികൾ തിരിച്ചു വരികയാണ്. അങ്ങനെ വലിയ പുലിയെ പോലെ വന്നവരൊക്കെ പൂച്ചയെ പോലെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വളരെ റാഡിക്കൽ ആയിട്ടുള്ളൊരു ചേഞ്ച്. മനസ്സിലാവും. വീട്ടിൽ ഒരു വാക്ക് പറഞ്ഞാൽ അനുസരിക്കാത്ത ആള് ടീച്ചർ പറഞ്ഞാൽ അനുസരിക്കും. ചെറുത് പറഞ്ഞ ഹല്ലേലൂയാ. പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല. അപ്പനും അമ്മയോട് സംസാരിച്ചിട്ട് 6 മാസമായ കുട്ടികൾ വലിയ ഡിപ്രഷൻ, ഡിമൻഷ്യ, അങ്ങനെയുള്ള അസുഖങ്ങൾ, മയക്കുമരുന്നിൻ്റെ അതിപ്രസരങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പ്രലോഭനങ്ങൾ, ജഡികമായ ആസക്തികളിൽപ്പെട്ട് ശരീരത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾ, അവരൊക്കെ ചെന്ന് സംസാരിക്കുമ്പോൾ തന്നെ അവർക്ക് തോന്നുകയാണ് ഞങ്ങൾക്ക് തിരികെ വരണം. മനസ്സിലുണ്ടോ? പഠനത്തിൻ്റെ മേഖലയിൽ ഭയങ്കര ബുദ്ധിമുട്ട്, പഠിക്കില്ല. അങ്ങനെയുള്ള ആളുകൾ ചെന്ന് സംസാരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ദൈവിക സാന്നിധ്യം വരുമ്പോൾ അവന് മനസ്സിലാകുകയാണ് പഠിക്കാനുള്ളൊരു ബുദ്ധി അത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാവ് ഒരു ഇത് കൊടുത്തില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ശവക്കല്ലറകൾ എന്തായി മാറണം? ദേവാലയങ്ങളായി മാറ്റപ്പെടണം. മനസ്സിലാവുന്നുണ്ട്? വീട് വലിയ വീടാണോ എന്നുള്ളതല്ല, നല്ല പെയിന്റ് അടിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ല, നല്ല ടൈലൊക്കെ ഇട്ട് അങ്ങനെ അതല്ല. ഇത് ദേവാലയമാണോ ശവക്കല്ലറയാണോ? ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുണ്ട്? വലിയ വീട് അല്ലെ, വലിയ ആഡംബരത്തിൽ വെച്ചു എന്ന് വിചാരിച്ച് അത് വീടായി മാറണമെന്നില്ല, അത് ശവക്കല്ലറയാകാം. മനസ്സിലാവുണ്ട്? ശവക്കല്ലറകൾ എന്തായി മാറണം? ദേവാലയങ്ങളായി മാറ്റപ്പെടണം. അതാണ് ആദ്യത്തെ പോയിന്റ്. ഒരു വിതയും ഉഴവും ഉണ്ടാകണമെങ്കിൽ ആദ്യത്തെ കാര്യം ഇതാണ്, ശവക്കല്ലറകൾ ദേവാലയങ്ങളായി മാറ്റപ്പെടണം. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. അടുത്തത് വായിക്കാമോ? 3-ാമത്തെ വചനം. ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചെങ്ങല കൊണ്ടുപോലും എന്ത് ചെയ്യാൻ പറ്റിയില്ല? ബന്ധിച്ചിടാൻ കഴിഞ്ഞില്ല. ചില ജീവിതങ്ങൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ആർക്കും നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. മനസ്സിലാവണം? ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ വ്യക്തിയെ നിയന്ത്രിക്കുക ആര് പറഞ്ഞാലും കേൾക്കില്ല. അത് നാശത്തിന്റെ അങ്ങറ്റമാണ്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. തിരുത്തപ്പെടാത്ത ജീവിതം ഒരിക്കലും നേരെയാവില്ല. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. തിരുത്തലുകൾ സ്വീകരിക്കാത്ത ജീവിതത്തെ സംരക്ഷിക്കാൻ കർത്താവ് മെനക്കെടുകയില്ല. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. ഇപ്പൊ ഞാൻ വിചാരിക്കുകയാണ് എന്നെ തിരുത്താരും വരണം, എനിക്കിതെല്ലാം അറിയാം, ഇത് മുഴുവൻ എനിക്ക് കാണാതെ അറിയാം എന്ന് പറഞ്ഞ് ഞാൻ ഇരുന്നാൽ ഏതാനും നാളുകൾക്കുള്ളിൽ ഞാൻ നശിച്ചു പോകും. എൻ്റെ ആത്മീയ കൃപകൾ വരണ്ടു പോകും. തിരുത്തലിന് വിധേയപ്പെടാത്ത ജീവിതം ആത്മീയ ജീവിതമല്ല. ചെറുത് പറഞ്ഞ ഹല്ലേലൂയാ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 5-ാമത്തെ അധ്യായം എടുക്കാമോ? പ്രഭാഷകന്റെ പുസ്തകം 5-ാമത്തെ അധ്യായം 2 മുതലുള്ള തിരുവചനം. പ്രഭാഷകൻ 5-ാം അധ്യായം 2 മുതലുള്ള തിരുവചനം എടുത്ത് വായിച്ചേ. സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഹൃദയാഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കരുത്. 3-ാമത്തെ വചനം. ആരുണ്ട് എന്നെ നിയന്ത്രിക്കാൻ എന്ന് പറയരുത്, കർത്താവ് നിന്നെ ശിക്ഷിക്കും തീർച്ച. ഞാൻ പറഞ്ഞതല്ല, ദൈവവചനം പറയുകയാണ്. എന്താണ് വചനം പറഞ്ഞത്? ആരുണ്ട് എന്നെ നിയന്ത്രിക്കാൻ? എന്നെ നിയന്ത്രിക്കാൻ ആരുമില്ല. ഞാൻ ഇതെല്ലാം കഴിഞ്ഞ ആളാണ്, ഞാനാണ് ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ, അതുകൊണ്ട് എന്നെ ആരും നിയന്ത്രിക്കണ്ട എന്നൊരാൾ പറഞ്ഞാൽ കർത്താവ് പറയുകയാണ്, കർത്താവിൻ്റെ ശിക്ഷ വരാൻ അധിക താമസമില്ല. അതുകൊണ്ട് നമ്മളൊരു തിരുത്തലുകൾ, അത് മാതാപിതാക്കളിൽ നിന്നായിരിക്കാം, സഹോദരങ്ങളിൽ നിന്നായിരിക്കാം, ജീവിത പങ്കാളിയിൽ നിന്നായിരിക്കാം, മക്കളിൽ നിന്നായിരിക്കാം, ഒരു തിരുത്ത് നമുക്ക് കിട്ടിയാൽ ആ തിരുത്ത് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. വായിച്ചേ. ശവകുടി 4-ാമത്തെ വചനം. പലപ്പോഴും അവനെ കാൽ വിലങ്ങുകളാലും ചെങ്ങലകളാലും ബന്ധിച്ചിരുന്നു എങ്കിലും അവൻ ചെങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽ വിലങ്ങുകൾ തകർത്ത് കളയുകയും ചെയ്തിരുന്നു. അടുത്ത വചനം വായിച്ചേ. അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞ. ഒതുക്കപ്പെടാത്ത ജീവിതം ആത്മീയമല്ല. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. ഒതുക്കമില്ലാത്ത ജീവിതം, മനസ്സിലാവണം, അച്ചടക്കമില്ലാത്ത ജീവിതം ആത്മീയമല്ല. ഈ ഇടയ്ക്ക് ഡാനിയേൽ അച്ഛൻ കഴിഞ്ഞ ധ്യാനത്തിലാണ് തോന്നുന്നു പെട്ടെന്ന് അച്ഛൻ ഇങ്ങനെ പറഞ്ഞൊരു കാര്യം ഇതാണ്.
ഡിസിപ്ലിൻ ഇല്ലാത്ത ജീവിതം. ഈ കഴിഞ്ഞ ധ്യാനത്തിന് അഭിഷേക പ്രാർത്ഥനയ്ക്ക് തൊട്ടു മുമ്പ് അച്ഛൻ പറഞ്ഞൊരു വചനമാണ്, ഡിസിപ്ലിൻ ഇല്ലാത്ത ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങില്ല. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. ഡിസിപ്ലിൻ വളരെ പ്രധാനപ്പെട്ടതാണ്. മനസ്സിലാണല്ലോ? തോന്നിയ സമയത്ത് എഴുന്നേൽക്കുക, തോന്നിയ സമയത്ത് ഉറങ്ങുക, തോന്നിയ പോലെ ജീവിക്കുക, പരിശുദ്ധാത്മാവ് ഇറങ്ങില്ല. നമ്മൾ വിചാരിക്കും ചെറിയ കാര്യമാണെന്ന് വിചാരിക്കും. ഡിസിപ്ലിൻ ഇല്ല, അച്ചടക്കമില്ലാത്ത, അടക്കം ഒതുക്കവും ഇല്ലാത്ത ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വരില്ല. കാരണം പരിശുദ്ധാത്മാവ് കൃപയുടെയും ക്രമീകരണത്തിന്റെയും ആത്മാവാണ്. നിങ്ങൾ പരിശുദ്ധ കുർബാനയുടെ പുസ്തകം നോക്കിയാൽ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന എന്താണ്? വിശുദ്ധ കുർബാന ക്രമം എന്നാണ്, അല്ലെ? വിശുദ്ധ കുർബാനയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എന്താണ്? വിശുദ്ധ കുർബാന ക്രമം, ഓർഡർ. അത് ദൈവവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വലിയൊരു കൃപയാണ് ഓർഡർ. മനസ്സിലാവുന്നുണ്ടോ? തോന്നിയത് ജീവിക്കുക, തോന്നിയ രീതി പോവുക, തോന്നിയ സമയത്ത്, അങ്ങനെയാണ്. എല്ലാം തോന്നിയതുപോലെയാണ്. ഒരു അച്ചടക്കമില്ല, ഒരു ഡിസിപ്ലിൻ ഇല്ല. മനസ്സിലാവുണ്ട്? ഒരാളുടെ മുറിയിലേക്ക് കയറിയാൽ അറിയാൾ അച്ചടക്കം ഉള്ളവനാണോ എന്നറിയാൻ അവൻ്റെ മുറിയിലേക്ക് കയറിയാൽ മതി. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഭയങ്കര ആത്മീയതയൊക്കെ ആണെന്നാണ്, വലിയ ഇതാണ്. പക്ഷേ വീട്ടിനകത്ത് കയറിയാൽ ആരും വെള്ളം കുടിക്കില്ല. അങ്ങനെ ഒരു വീട്ടിൽ ഒരിക്കലും പരിശുദ്ധാത്മാവ് കടന്നു വരില്ല. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നു? നിങ്ങൾ രാവിലെ ധ്യാനകേന്ദ്രത്തിലേക്ക് വരുമ്പോൾ അടുക്കളയിൽ ഇരിക്കുന്ന പാത്രങ്ങളെല്ലാം ഇവിടെ ഇരുന്നാലോ? മനസ്സിലാവുന്നുണ്ടോ? പരിശുദ്ധാത്മാവിനെ വിളിക്കാവുന്നേ ഉള്ളൂ. വലിയ സൗണ്ട് കൂട്ടി പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാം, ഒരു പ്രയോജനമില്ല. ക്രമീകരണമില്ലാത്ത ഇടങ്ങളിലേക്ക് കൃപയുടെ ആത്മാവ് എന്ത് ചെയ്യില്ല? ഇറങ്ങില്ല. ഒരു ഓഫീസിൽ നീ ജോലി ചെയ്യുമ്പോൾ തോന്നിയ പോലെ അങ്ങോട്ടും വലിച്ചു വാരി ഇങ്ങോട്ടും വലിച്ചു വാരി 4 ദിവസമായിട്ട് ചായ കുടിച്ച ഗ്ലാസും മേശപ്പുറത്ത് വെച്ചാൽ അവിടെ പരിശുദ്ധാത്മാവ് ഒരിക്കലും പ്രവർത്തിക്കില്ല. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധിയും വൃത്തിയും ഇല്ലാത്ത ഇടങ്ങളിലേക്ക് ദൈവാത്മാവ് ഇറങ്ങില്ല. അതുകൊണ്ടാണ് വീട്ടിലെ പ്രാർത്ഥനകളിൽ ദൈവം കയറാത്തത്. വൃത്തിയില്ല. അത് വീട് വലുതാകണമെന്നില്ല, ചെറിയ വീട് മതി. അതുകൊണ്ട് ഇതൊരു ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തിയറിയാണ്. പെസഹായുടെ സമയത്ത് കർത്താവ് 2 ശിഷ്യന്മാരെ അയച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോവുക, അല്ലേ? അവിടെ എന്ത് കാണാം? ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് വരുന്ന ഒരുവനെ നിങ്ങൾ കാണും. ഓർക്കുന്നുണ്ടോ? യാക്കോബിനെ യോഹന്നാനെ അയച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകും. പെസഹായാണ്, കർത്താവിന്റെ പരിശുദ്ധ കുർബാന. അത് ഒരുക്കാനായിട്ട് പോകുമ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ, അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് വരുന്നവനെ നിങ്ങൾ കാണും. അവൻ നിങ്ങളെ ഒരു വീട്ടിലേക്ക് നയിക്കും. ആ വീടിന്റെ 2ാമത്തെ നിലയിൽ, അതാണ് അപ്പർ റൂം. അവിടെ അടുത്ത വചനം എന്തെന്നറിയാമോ? സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി അവൻ നിങ്ങൾക്ക്, ആ വാക്ക് പ്രധാനപ്പെട്ടതാണ്. എന്താണ്? സജ്ജീകൃതം. ഇൻവേർട്ടഡ് കോമയിൽ വായിച്ചോണം. സജ്ജീകൃതമായ, വലിച്ചു വാരി ഇട്ടിരിക്കുന്നല്ല. 4 ദിവസമായിട്ട് ഇട്ടതല്ല, അവിടെ ഇട്ടിരിക്കുകയാണ്. അടുത്ത ദിവസം ഇടാനുള്ളത് അതിൻ്റെ ഇടയിൽ നിന്ന് വലിച്ചൂരി എടുക്കുകയാണ്. എന്നിട്ടാണ് അത് ഇട്ടുകൊണ്ട് പള്ളിയിൽ പോകുന്നത്. പരിശുദ്ധ കുർബാനയിലൂടെ കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് വരുമെന്ന് നീ മനസ്സിൽ പോലും വിചാരിച്ചേക്കരുത്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുണ്ട്? വൃത്തിയും വെടുപ്പും ഇല്ലാത്ത വീടുകളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങില്ല. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ ഏത് ശവക്കോട്ടകളിലും ഇറങ്ങുന്ന ആത്മാവിന്റെ പേരല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ, ഹോളി സ്പിരിറ്റ് ഈസ് ദ വൺ ഹൂ ഗീവ് യു ഹോളിനെസ്. പരിശുദ്ധി നൽകുന്ന ആത്മാവിന്റെ പേരാണെന്ത്? പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് വൃത്തിയും വെടുപ്പും ഉണ്ടായിരിക്കണം. മനസ്സിലാവുണ്ടോ? അല്ലേ? ഇവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങണമെങ്കിൽ ഇത് മുഴുവൻ നീറ്റായിരിക്കണം. ഇവിടെ മുഴുവൻ വെഞ്ചരിച്ച് വിശുദ്ധീകരിച്ച് ഓരോ ധ്യാനങ്ങൾ കഴിയുമ്പോഴും ഈ ആലയത്തിന്റെ ബാത്റൂം വരെ വെഞ്ചരിച്ച് വിശുദ്ധീകരിക്കും. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥലവും അശുദ്ധമല്ല, എല്ലാ സ്ഥലവും കർത്താവ് നൽകിയതാണ്. ഒരു വീട്ടിൽ ദൈവം ഉണ്ടോ എന്ന് അറിയാൻ ഡാനിയേലച്ചൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, അവരുടെ ബാത്റൂമിലേക്ക് കയറിയാൽ മതി എന്ന് പറയും. മനസ്സിലാവണം? അവിടെയാണ് ആ കുടുംബം ആരാണ് എന്താണെന്ന് നിശ്ചയിക്കുന്നത്, അടുക്കളയും ബാത്റൂമും. അതുകൊണ്ട് അത് വൃത്തിയാക്കിക്കോണം എന്ന് പറഞ്ഞാൽ അത് നിന്റെ ഐഡന്റിറ്റിയാണ്. അത്രേ ഉള്ളൂ, നീ അത്രേ ഉള്ളൂ. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. 25,000 രൂപയുടെ സാരിയും പുതച്ചാണ് പോകുന്നത്. പക്ഷെ വീട്ടിൽ വൃത്തിയില്ലെങ്കിൽ നീ വരുന്നത് ഒരു ശവക്കോട്ടയിൽ നിന്നാണ്. വലിയ കോട്ടും സൂട്ടൊക്കെ ഇട്ട് 4 സ്പ്രേ ഒക്കെ അടിച്ചാണ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? 4 കോടി രൂപയുടെ കാറിലാണ് വരുന്നത്. പക്ഷേ ശവക്കോട്ടയിലാണ്. ശവക്കോട്ടയിൽ നിന്ന് വരുന്നു, ശവക്കോട്ടയിലേക്ക് പോകുന്ന ശവമാണ് നീ. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് ദൈവം നൽകിയ ഒരു സ്ഥലത്തെ, അത് ദൈവത്തിന്റെ കാരുണ്യമാണ്. ഒരു വീടെന്ന് പറയുന്നത് വെറുതെ കിട്ടുന്നതാണ് നിങ്ങൾ വിചാരിക്കരുത്. കർത്താവ് നൽകിയതാണ്. ആ വീടിനെ നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ വീടായിക്കോട്ടെ, ഓല കെട്ടിയ വീടൊന്നും ഇപ്പോഴില്ല, എങ്കിലും ഒരു അലങ്കാരത്തിന് വേണ്ടി ഞാൻ പറയണം, അങ്ങനെയുള്ള വീടാണെങ്കിൽ പോലും ചില വീടുകളിൽ ചെന്നാൽ നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല. വളരെ ദാഹിച്ചായിരിക്കും ചെല്ലുന്നത്. മനസ്സിലാവണം? ഉള്ളിലുള്ളതും കൂടെ പുറത്തേക്ക് പോകുന്ന രീതിയിലാണ് വീട്ടിലത്. മനസ്സിലാവണം? പരിശുദ്ധാത്മാവില്ല. വലിയ ആഡംബരമൊക്കെ കാണിച്ചു വെച്ചിരിക്കും. അപ്പൊ പറയുന്ന ന്യായം എന്താണ്? മക്കളുണ്ട്, പിള്ളേരുണ്ട്, ഇങ്ങനെയുള്ള 1000 വീടുകൾ വേറെയുണ്ട്.
മനസ്സിലുണ്ട്? നിങ്ങൾ സിസ്റ്റേഴ്സൊക്കെ നടത്തുന്ന ഓർഫനേജുകളിലൊക്കെ പോകണം. മനസ്സിലുണ്ട്? 200-300 മാനസിക രോഗികളായിട്ടുള്ള കുട്ടികളെ പരിശീലിപ്പിക്കുന്ന 8 സിസ്റ്റേഴ്സ് 350 കുട്ടികളെ, മാനസിക രോഗമുള്ള കുഞ്ഞുങ്ങളെ നോക്കുന്ന സ്ഥലം എനിക്കറിയാം. നിങ്ങൾ ചെല്ലണം. മനസ്സിലാവുന്നുണ്ട്? അവരുടെ അടുക്കളയിൽ വേണം നമുക്ക് കിടന്നുറങ്ങാം. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോഴാണ് ഒരു മുറിയുള്ള വീടുകളിൽ എന്ത് ചെയ്യണം? പിള്ളേരാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലുണ്ടോ? ദൈവ സാന്നിധ്യം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല വീട്ടിൽ. ദയവായിട്ട് അങ്ങനെയുള്ള വീടുകളിലിരുന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച് ശാപം വരുത്തി വെക്കരുത്, പ്രാർത്ഥിക്കരുത്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവും? അങ്ങനെയുള്ള വീടുകളിലിരുന്ന് വെറുതെ പ്രാർത്ഥിച്ച് ശാപം വരുത്തരുത്. നീ ഒരാളെ വിളിച്ചു വരുത്തുമ്പോൾ അവൻ അർഹതപ്പെട്ട ഒരു കസേര കൊടുത്തില്ലെങ്കിൽ നീ അവനെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അതാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നമ്മൾ ഇങ്ങോട്ട് വിളിച്ചു എന്ന് വിചാരിക്കുക. മനസ്സിലാവണം? അദ്ദേഹം വരുമ്പോൾ ഇവിടെ ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. നമ്മൾ അടുക്കളയിൽ നിന്ന് കറിക്കരിയുന്ന ഒരു കൊരണ്ടി ഇട്ട് കൊടുത്താൽ അത് അദ്ദേഹത്തോട് കാണിക്കുന്ന അപമാനമാണ്. വിളിച്ചില്ലെന്നേ ഉള്ളൂ, വിളിച്ചിട്ട് അപമാനിക്കരുത്. മനസ്സിലാവണം? കർത്താവ് വരുമ്പോൾ കർത്താവിനെ അപമാനിക്കരുത്. പിന്നവൻ നിന്റെ പടിവാതിൽക്കൽ തിരിഞ്ഞു നോക്കില്ല. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുണ്ട്? പ്രധാനമന്ത്രി അപമാനിച്ച് പിന്നീട് ഒരു പരിപാടിക്ക് വിളിച്ചാൽ അദ്ദേഹം വരുമോ? അദ്ദേഹം വരില്ല. വിളിച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷെ വിളിച്ചിട്ട് എന്ത് ചെയ്യരുത്? അവന്റെ സ്ഥാനത്തിനൊത്ത്. ലോകത്തിൽ ഏറ്റവും വലിയ ഉന്നതൻ രാജാവാണ് ഈശോ മിശിഹ. അതുകൊണ്ട് പ്രാർത്ഥിച്ച് കർത്താവേ വരണേ എന്ന് പറയുമ്പോൾ അവൻ വരുമ്പോ അർഹതപ്പെട്ടൊരു കസേര കൊടുത്തില്ലെങ്കിൽ അതൊരു തിരിച്ചടിയായിട്ട് മാറും. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധമായ കാര്യങ്ങൾ വിശുദ്ധിയോടെ ചെയ്യണം. നമ്മുടെ ജീവിത പരിസരങ്ങളെ നമ്മൾ ശവക്കല്ലറകളാക്കി മാറ്റരുത്. ഒരു വിദ്യാർത്ഥി പഠിക്കുന്ന മുറി എന്തുകൊണ്ടാണ് പഠിക്കാൻ മറന്നു പോകുന്നത്? അല്ലെങ്കിൽ പഠിത്തത്തിൽ ഒരു കൃപ വരാത്തത് എന്തുകൊണ്ടാണ്? സാഹചര്യങ്ങൾ നല്ലതല്ല. പഠിക്കുന്നതിന്റെ തൊട്ടപ്പുറത്തിരിക്കുകയാണ് ചീട്ടുകൾ. മനസ്സിലാവുന്നുണ്ട്? പഠിക്കുന്നതിന്റെ തൊട്ടപ്പുറത്തിരിക്കുകയാണ് എല്ലാ മോശക്കേടുകളും കാണുന്ന മൊബൈൽ ഫോൺ. പഠിക്കുന്നതിന് തൊട്ടപ്പുറത്തിരിക്കുകയാണ് എല്ലാ തരികിടകളും കാണിക്കുന്ന കമ്പ്യൂട്ടർ. ഞാനിത് പറയുമ്പോൾ ഞാനൊരു ഒരു ഒരു പഴയ കാലത്തുള്ള ഒരാളാണെന്ന് വിചാരിക്കരുത്. ഇതെല്ലാം ഉപയോഗിക്കുന്ന ആളാണ് ഞാനും. ചെറുത് പറഞ്ഞ ഹല്ലേലൂയ. പക്ഷേ നമ്മൾ കിടക്കുന്ന ഇടങ്ങൾ, നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, നമ്മൾ പ്രാർത്ഥിക്കുന്ന മുറികൾ, ആ സ്ഥലങ്ങൾ വളരെ പരിശുദ്ധമായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? വീട്ടിലേറ്റവും കൂടുതൽ വൃത്തി ഉണ്ടാക്കേണ്ടത് അടുക്കളയിലാണ്. ചെറുത് പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് പരിശോധിക്കണം. അടുക്കളകൾ എങ്ങനെയാണ്? ആളുകൾ കയറിയ വെള്ളം കുടിക്കുമോ? നമ്മൾ എല്ലാ ദിവസവും ഇതിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് നമുക്കിതിന്റെ മോശക്കേട് അറിയില്ല. കാരണം നമ്മൾ അതിനകത്ത് ഞെഴുകി. അപ്പൊ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നത് ദേവാലയങ്ങളിൽ മാത്രമല്ല, കർത്താവ് എല്ലായിടത്തും ഉണ്ട്. എല്ലാ ഇടങ്ങളും വിശുദ്ധമായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? പരിപാലിക്കാനായിട്ട്. എല്ലാ ദിവസവും അത് വൃത്തിയായിട്ട് പരിപാലിക്കണം. മനസ്സിലാവുന്നുണ്ട്? പാത്രം കഴുകാൻ നിവൃത്തിയില്ലെങ്കിൽ ആഹാരം വെക്കരുത്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. പാത്രം കഴുകാൻ വയ്യെങ്കിൽ ആഹാരം വെക്കരുത്, പട്ടിണിക്ക് ഇരുന്നോണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളെ വിശുദ്ധമായിട്ട് വേണം നമ്മൾ സൂക്ഷിക്കാൻ. ഒരു കരിയില വിടാൻ പാടില്ല. മനസ്സിലുണ്ട്? ഒരു പൊടി ഉണ്ടാവാൻ പാടില്ല. പ്രാർത്ഥിക്കുന്ന സ്ഥലം വളരെ നീറ്റായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അത് വളരെ വൃത്തിയായിരിക്കണം. അങ്ങനെ ഇല്ലാത്ത ഇടങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങില്ല. അപ്പോൾ ഇവൻ ആരാലും ബന്ധിക്കപ്പെടാൻ ആഗ്രഹിക്കാത്തൊരുവനാണ്. ആർക്കും ഒതുക്കി നിർത്താൻ കഴിഞ്ഞില്ല. ആര് പറഞ്ഞാലും അവൻ കേൾക്കില്ല. അങ്ങനെ ഒരുവനാണ്. അല്ലേ? വായിക്കാമോ? 5 മുതലുള്ള തിരുവചനം. രാപകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലുമായിരുന്നു. ഇനി ശവക്കോട്ടയുടെ ഒരു പ്രത്യേകത എന്തെന്നറിയാമോ? ശവക്കോട്ടയിൽ താമസിക്കുന്ന ഒരാളിന്റെ പ്രത്യേകത, ആ ഒരു മനസ്സോടെ ജീവിക്കുന്ന ഒരാളിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വായിച്ചേ, അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ മുറിപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. അല്ലേ? അവൻ്റെ ഒരു പ്രത്യേകത എന്താണ്? അവൻ ഈ കല്ലറകൾക്കിടയിൽ കിടന്നവൻ ഇങ്ങനെ അലറി വിളിക്കും. ചില വീടുകളിൽ എപ്പോഴും ഈ വഴക്കാണ് എന്ന് പറഞ്ഞാൽ ആ വീടിന്റെ അർത്ഥം എന്താണ്? അത് ഒരു ശവക്കോട്ട പോലാണ്. വായിച്ചേ, രാപകൽ. അല്ലെ? രാത്രിയും പകലെന്നില്ല, ആർക്കും കിടന്നുറങ്ങാൻ പറ്റത്തില്ല, അത്രയും ബഹളമാണ്. വായിച്ചോ, രാപകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലും ആയിരുന്നു. അടുത്തത് എന്താണ്? അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ മുറിപ്പെടുത്തുകയും ചെയ്യും. ചില വീടുകളിൽ അങ്ങനെ എപ്പോഴും അടിയും പിടിയുമാണ്. ഇപ്പോഴും അടിയും പിടിയും തല്ലും വഴക്കും, ഒരു സ്വസ്ഥതയില്ല. നിസ്സാര കാര്യങ്ങൾക്കാണ് വലിയ യുദ്ധങ്ങൾ നടക്കുന്നത്. അയലത്തുകാർക്ക് പോലും താമസിക്കാൻ പറ്റില്ല. വലിയ ബഹളങ്ങളാണ്. കല്ലറകൾക്കിടയിൽ കിടക്കുന്നത് പോലെയാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അവൻ കാൽവിലങ്ങുകൾ തകർത്ത് കളഞ്ഞു. അവൻ ചെങ്ങലകൾ എന്ത് ചെയ്തു? വലിച്ചു പൊട്ടിച്ചു. ആർക്കും അടക്കി നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ജീവിതം, ആർക്കും നിയന്ത്രണ വിധേയമല്ലാത്ത ഒരു ജീവിതം. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു ജീവിതം. അങ്ങനെ ഒരു ജീവിതം നമ്മൾ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതമെങ്കിൽ, നമ്മൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ വിധേയപ്പെടണം. സഭയുടെ നിയമങ്ങൾക്ക് നമ്മൾ വിധേയപ്പെടണം. ദൈവവചനത്തിന് നമ്മൾ വിധേയപ്പെടണം. അങ്ങനെ വിധേയപ്പെട്ട് ആത്മാവിൽ നമ്മൾ ജീവിക്കണം.
മനസ്സിലാവുന്നുണ്ടോ? കുടുംബാംഗങ്ങൾ പരസ്പരം വിധേയത്വം ഉണ്ടാകണം. അപ്പം പറയുന്ന കാര്യങ്ങളോട് ഒരു വിധേയത്വം ഉണ്ടാകണം. മക്കൾ പറയുന്ന കാര്യങ്ങളെ നമ്മൾ പരിഗണിക്കണം. മനസ്സിലാവുള്ളൂ? വീട്ടിലെല്ലാവരും, അല്ലാതെ ഞാൻ തന്നെയാണ് രാജാവ്, ഞാനാണ് എല്ലാം പറയുന്നത്, എല്ലാവരും അനുസരിച്ചോണം, അങ്ങനെയൊന്നുമില്ല. മക്കൾ പറയുന്ന അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? മുഖവിലയ്ക്ക് എടുക്കണം. മനസ്സിലാവുന്നുണ്ട്? എല്ലാത്തിനെയും ഇങ്ങനെ സപ്രസ് ചെയ്ത് വെക്കരുത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. എന്നോടൊരു അധ്യാപകൻ പങ്കുവച്ചൊരു കാര്യം ഇതാണ്: അച്ഛാ, ഈ കുട്ടികൾ എല്ലാവരും നല്ലവരാണ് അച്ഛാ. ഞാൻ പറഞ്ഞു, എനിക്കും അത് തന്നെയാണ് അഭിപ്രായം, നല്ലവരാണ്, ആരും മോശമൊന്നുമില്ല. മനസ്സിലാവണം? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന എന്താണ്? എല്ലാവരും ഭയങ്കര മോശമാണ്, അവരെങ്ങനെയാണ്, ഇവരെങ്ങനെയാണ്. ഉണ്ട്, ഒന്നോ രണ്ടോ പേരൊക്കെ ഉണ്ട്. പക്ഷേ അവരൊക്കെ ചില സാഹചര്യങ്ങളിലൊക്കെ അങ്ങനെ ആയിപ്പോയതാണ്. ആരും മോശമായിട്ട് ജനിച്ചതൊന്നുമല്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അല്ലേ? കർത്താവ് പറയുന്നത് എന്താണ്? എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയല്ല, നിന്റെ അനുഗ്രഹത്തിനും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ്. അത് എന്നെ പറ്റിയുള്ള പദ്ധതി അങ്ങനെയാണ്. ഈ ലോകത്തിൽ ജന്മമെടുത്ത എല്ലാവരെ പറ്റിയുള്ള പദ്ധതി നല്ലതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: എല്ലാവരും നല്ലവരാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അല്ലേ? ഇത് ഞാൻ എൻ്റെ തലയിൽ ഇങ്ങനെ എപ്പോഴും ആവർത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം അതാണ്: എല്ലാവരും ആരാണ്? നല്ലവരാണ്. മനസ്സിലാവണം? നമുക്ക് പിന്നെ ചില സാഹചര്യങ്ങളിൽ ചിലരെ അങ്ങോട്ട് പിടിക്കുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് അവർ നല്ലവരല്ലെന്ന് അർത്ഥമില്ല. നമ്മൾ മോശമായതുകൊണ്ട് അവരും മോശമാണെന്ന് നമുക്ക് തോന്നുന്നതാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഒരാൾ മോശമാണെന്ന് തോന്നുന്നത് നമ്മൾ മോശമാകുന്നത് കൊണ്ട്, മോശക്കേടുകളൊക്കെ നമുക്ക് അറിയാവുന്നത് കൊണ്ടും നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നതാണ് എന്നാണ് എൻ്റെ ഒരു ചിന്ത. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഓക്കെ, എപ്പോഴും ഒന്നും നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ ഓർക്കുമ്പോഴൊക്കെ, സാധിക്കുമ്പോഴൊക്കെ ഈ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. കാരണം എല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ, ഏകദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. എല്ലാവരും ദൈവ മക്കളാണ്. മനസ്സിലാവുന്നത്? എല്ലാവരും ആരാണ്? ദൈവം. അത് ദൈവത്തിൽ വിശ്വസിക്കുന്നവരും ദൈവവിശ്വാസത്തിനെതിരെ പ്രവർത്തിക്കുന്നവരും എല്ലാവരും ആരാണ്? ദൈവത്തിൻ്റെ മക്കളാണ്. മനസ്സിലാവുണ്ടോ? ഒരപ്പനും അമ്മയ്ക്ക് 8 മക്കളുണ്ടെങ്കിൽ ആ 8 മക്കളും ഒരുപോലെയാണോ അപ്പനെ അമ്മയെ സ്നേഹിക്കുന്നത്? അല്ല. 1-2 പേര് ചിലപ്പോൾ അവരെ ഉപേക്ഷിച്ച് വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോയേക്കാം. അതുകൊണ്ട് അവർ മക്കളല്ലാതാകുന്നില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അല്ലേ? ഒരു വീട്ടിലെ 8 മക്കളും അപ്പനെയും അമ്മയെ സ്നേഹിക്കുന്ന ഒരേ ലെവലിൽ ആയിരിക്കില്ല. അവരുടെ അനുഭവത്തിൽ നിന്ന്, അവരുടെ ചിന്തയിൽ നിന്നൊക്കെ ആയിരിക്കും. അതുകൊണ്ട് അവർ മക്കളല്ലെന്നോ അവരേറ്റവും മോശപ്പെട്ടവരാണെന്നോ അല്ലെ, നമ്മളങ്ങനെ ചിന്തിക്കേണ്ട. എല്ലാത്തിനെയും വിധിക്കുന്നത് ആരാണ്? ദൈവമാണ്. വിധി മുഴുവൻ ആരുടെ ഭാഗമാണ്? പിതാവായ ദൈവത്തിൻ്റെ കസ്റ്റഡിയിലുള്ളതാണ് ഈ വിധി. അപ്പോൾ ഒരാൾ മോശക്കാരനാണ് എന്ന് ഞാൻ ലേബൽ എഴുതാൻ പാടില്ല. അത് ദൈവത്തിൻ്റെ ചിന്തയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഓക്കെ. പിന്നെ നമ്മൾ മാനുഷികമായിട്ട് ചില കാര്യങ്ങളൊക്കെ പറയുന്നു എന്നുള്ള മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ സാറ് വന്ന് എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: അച്ഛാ, എല്ലാവരും നല്ലവരാണ്. മനസ്സിലാവണം? നമ്മുടെ പിള്ളേരെയൊക്കെ വളരെ നല്ലവരാണ് അച്ഛാ. അപ്പം ഞാൻ പറഞ്ഞു, അതെനിക്ക് അതിനകത്ത് യാതൊരു വിശ്വാസക്കേടും എനിക്കില്ല സാറേ. ഞാനങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഈ സാർ എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: അച്ഛാ, നമ്മളോട് പിള്ളേർ പലപ്പോഴും ഇങ്ങനെ എതിർത്തൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്നറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ആരും എതിർത്ത് സംസാരിക്കുന്നില്ലല്ലോ, എനിക്കങ്ങനെ ഒരു അനുഭവം ഇല്ല. അപ്പോൾ പിള്ളേരൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കും. അവർക്ക് കേൾക്കാൻ പറ്റാത്തതാണെങ്കിൽ അവർ ഒന്നുകൂടെ ചോദിക്കും, അച്ഛാ അത് ഇങ്ങനെ ചെയ്യുമോ? അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ശരി അച്ഛാ, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവർ യെസ് എന്ന് പറഞ്ഞ് അങ്ങ് പോവും. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ സാർ എന്നോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്: അച്ഛാ, ഈ ഒരു കാര്യം അച്ഛൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അച്ഛൻ ചെയ്യണം. ഞാൻ പറഞ്ഞു, സാറേ എന്താ? സീനിയർ ആയിട്ടുള്ളൊരു സാറാണ്. ആ സാർ എന്നോട് പറയണം: അച്ഛാ, നമ്മൾ പിള്ളേരെപ്പോഴും എന്താണ്, നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് അവരെപ്പോഴും കേൾക്കുന്നത്. അല്ലേ? നമ്മൾ പറയുന്നു, അവർ അനുസരിക്കുന്നു. പക്ഷെ പിള്ളേരൊരു കാര്യം പറയുമ്പോൾ നമ്മൾ പലപ്പോഴും അതിനെ എന്ത് ചെയ്യുന്നില്ല? വേണ്ടത്ര മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. അത് അച്ഛനൊന്ന്, അവർ വന്ന് പറയുന്ന നല്ല കാര്യങ്ങളാണെങ്കിൽ അച്ഛൻ അതെന്ത് ചെയ്യണം? ചെയ്തു കൊടുക്കണമെന്ന് എന്നോടൊരു സാറ് എന്ന് പറഞ്ഞു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. കാര്യം സിമ്പിൾ ആണെങ്കിലും എൻ്റെ മനസ്സിലത് വലിയ വ്യത്യാസം ഉണ്ടാക്കി. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന എപ്പോഴും പിള്ളേർ കേൾക്കുന്നു. പക്ഷേ കുട്ടികൾ വന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ കേൾക്കുന്നുണ്ടോ? അത് നമ്മുടെ കുടുംബങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് കുട്ടികൾ അനുസരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർ പറയുന്ന നല്ല കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പരിഗണിക്കുന്നുണ്ടോ? ഒന്ന് പുറത്തു കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ ഒരു തട്ടുകടയെങ്കിലും നമ്മൾ വല്ലപ്പോഴും കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് ഇവിടെ വചനം പറയുകയാണ്, പരസ്പരമുള്ളൊരു ധാരണ കുടുംബങ്ങളിൽ ആവശ്യമാണ്. എല്ലാവരെയും അംഗീകരിക്കുന്ന, എല്ലാവർക്കും വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരു ജീവിത സമീപനം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഇനി താഴോട്ട് വായിച്ചേ. രാപകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലുമായിരുന്നു. അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു. 6-ാമത്തെ വചനം വായിക്കാമോ? അകലെ വെച്ച് തന്നെ അവൻ യേശുവിനെ കണ്ട്
ഓടി വന്ന് അവനെ പ്രണമിച്ചു. കണ്ടോ, പിശാച് ബാധിച്ചിരുന്നവനാണെങ്കിലും അവൻ എന്ത് ചെയ്തു? ശവക്കോട്ട വിട്ട് യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോ അവൻ പുറത്തേക്ക് വരാൻ തുടങ്ങി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇനിയാണ് ഒരു വ്യക്തിയുടെ ജീവിതം മാറുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അകലെ വെച്ച് തന്നെ അവൻ ആരെ കണ്ടു? യേശുവിനെ കണ്ടു. മനസ്സിലാവുന്നുണ്ടോ? അകലെ വെച്ച് തന്നെ അവൻ ആരെ കണ്ടു? യേശുവിനെ കണ്ടു. ഇനി ശ്രദ്ധിക്കണം, ഇത് ധൂർത്തപുത്രന്റെ ഉപമയുമായിട്ട് വളരെയധികം സിമിലർ ആയിട്ടുള്ളൊരു ഉപമയാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ ഉപമ കാരണം പാരലായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ രണ്ട് ഉപമകളിലുമുണ്ട്. ശ്രദ്ധിക്കുക. അകലെ വെച്ച് തന്നെ അല്ലെ ആര് കണ്ടു? ഈ പിശാച് ബാധിച്ച മനുഷ്യൻ ആരെ കണ്ടു? യേശുവിനെ കണ്ടു. ധൂർത്തപുത്രന്റെ ഉപമയില് അകലെ വെച്ച് തന്നെ പിതാവ് തിരിച്ചു വരുന്ന മകനെ കണ്ടു. മനസ്സിലാവും? രണ്ട് സംഭവിക്കണം. ഈ രണ്ട് ഉപമകളും കൂടി നമ്മളിങ്ങനെ ചേർത്ത് വായിക്കുമ്പോഴാണ് ആ ഒരു വലിയ നല്ല ഒരു പിക്ചർ, സ്വർഗത്തെ പറ്റിയുള്ള, പിതാവായ ദൈവത്തെ പറ്റിയുള്ള വലിയൊരു പദ്ധതി മനസ്സിലാവുണ്ടോ? ചങ്ങലകൾക്കിടയിൽ എല്ലാവരാലും പിശാച് ബുദ്ധകുത്തപ്പെട്ടവൻ, ശവക്കോട്ടയിൽ താമസിക്കുന്നവൻ, പിന്നെ മോശപ്പെട്ടവൻ എന്ന് പറഞ്ഞ് മുദ്രകുത്തിയിരുന്ന ഒരുവൻ യേശുവിനെ കണ്ടപ്പോ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്ത് തോന്നി? ഒരാഗ്രഹം തോന്നി, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരണം. അവൻ എന്ത് ചെയ്തു? അവൻ ഓടി വന്നു. അകലെ വെച്ച് തന്നെ അവൻ ഈ ചങ്ങലയൊക്കെ പൊട്ടിച്ച് ഓടി വന്നു. മനോഹരമായ ഒരു ചിത്രമാണത്. ഞാൻ പലപ്പോഴും എൻ്റെ മനസ്സിങ്ങനെ കണ്ടിട്ടുണ്ട്. ചങ്ങലയൊക്കെ കല്ലറ പൊട്ടിച്ചൊരുത്തൻ കർത്താവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഓടി വരുന്നതും അല്ലെ, പ്രേതമാണെന്ന് വിചാരിച്ച് കൂടെ നടന്ന ശിഷ്യന്മാരൊക്കെ തിരിഞ്ഞു ഓടുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു സ്വപ്നം പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ട്? ഇവൻ ഇങ്ങനെ ശവക്കോട്ടയ്ക്കകത്ത് നിന്ന് ചങ്ങല കെട്ടു. ഒരു സന്ധ്യാസമയത്താണെന്ന് വിചാരിക്കുക, അതോടുകൂടി ബാക്കിയുള്ളവരുടെ ജീവൻ പോവും. മനസ്സിലാവുന്നത്? ശവക്കോട്ടയിൽ നിന്ന് ഒരുത്തൻ ചങ്ങലയൊക്കെ കിലുക്കിക്കൊണ്ട് ചങ്ങലമാടനെ പോലെ ഒരുത്തൻ വരികയാണ്. മനസ്സിലാവണം? അവൻ കർത്താവിനെ വളരെ ദൂരെ വെച്ച് തന്നെ കണ്ടു. അതുവരെ കാര്യം പറഞ്ഞുകൊണ്ട് വന്നിരുന്ന ശിഷ്യന്മാര് കർത്താവ് തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല. നോക്കിയപ്പോൾ പലരും മരത്തിന്റെ മുകളിൽ കയറി. ആ കൂട്ടത്തിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു സക്കായി മരം കയറ്റം പഠിച്ചതാണ് എൻ്റെ ഒരു ചിന്ത. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. എന്തായാലും ശിഷ്യന്മാരൊക്കെ കുറെ പേര് ഓടി മരത്തിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പൊ ഇവൻ വന്നിട്ട് കർത്താവിനോട് പറയുന്ന ഒരു കാര്യം ഇതാണ്, വായിക്കാമോ? മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര യേശുവേ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? അല്ലെ, ദൈവത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, അങ്ങ് എന്നെ പീഡിപ്പിക്കരുതേ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലെ, ശരിക്കും പറഞ്ഞാൽ ഇത് പിശാചിന്റെ ഒരു തന്ത്രമാണ്. മനസ്സിലാവുന്നുണ്ടോ? പിശാചിന്റെ ഒരു തന്ത്രമാണ്. നമ്മൾ ചില സമയത്തെങ്കിലും ചിന്തിക്കും, ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ പൈശാചികത നമ്മുടെ ഉള്ളിൽ നിന്ന് പൂർണ്ണമായി പോയി എന്ന് നമ്മൾ ചിന്തിക്കും. മനസ്സിലാവും? ഇവൻ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. മനസ്സിലാവണം? കർത്താവേ, നീ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്? ഞാനിങ്ങനെ സെമിത്തേരിയിലൊക്കെ അങ്ങ് ജീവിച്ച് അങ്ങ് തീർന്നോളാം. നീ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രനാണ്, നിനക്ക് ഇതുവഴി വരേണ്ട യാതൊരു കാര്യമില്ല. നീ പോയി നിന്നെ കാത്തിരിക്കുന്ന വേറെ ആളുകളുണ്ട്. ഞാനിവിടെ ഇങ്ങനെ സുരക്ഷിതമായിട്ടൊക്കെ ഈ കാര്യങ്ങളിലൊക്കെ അങ്ങ് ജീവിച്ചോളാം എന്ന് പറയുകയാണ്. അല്ലേ? അപ്പോൾ 8-ാമത്തെ വചനം വായിച്ചോ. കാരണം അശുദ്ധാത്മാവേ, ആ മനുഷ്യനിൽ നിന്ന് പുറത്തു വരൂ എന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു. നിന്റെ പേരെന്താണ്? യേശു ചോദിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ പേര് ലെഗിയോൺ. ലെഗിയോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ അർത്ഥം? ലെഗിയോൺ എന്ന് പറഞ്ഞാൽ ലീജിയൻ എന്നാണ്. ലീജിയൻ ഓഫ് മേരി എന്ന് കേട്ടിട്ടില്ലേ? ലീജിയൻ എന്ന് പറഞ്ഞാൽ 6000 പേരുടെ ഒരു സംഘത്തിന് പറയുന്ന പേരാണ് ലീജിയൻ. അതാണ് ലെഗിയോൺ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഇതൊരൊറ്റ പിശാചല്ല, എത്ര പിശാചുക്കളുടെ ഒരു ഗ്രൂപ്പാണ്? 6000 പിശാചുക്കളുടെ ഒരു ഗ്രൂപ്പാണ്. അതാണ് ലെഗിയോൺ. വായിക്കാമോ? അല്ലേ? അവർ നിന്റെ പേരെന്താണ്? ലെഗിയോൺ. ലെഗിയോൺ എന്ന് പറഞ്ഞാൽ 6000 പേരുടെ ഒരു സംഘത്തിനെ വിളിക്കുന്ന പേരാണ്. അല്ലെ? ശതാധിപൻ എന്ന് പറഞ്ഞാൽ എന്താ? ശതം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100. അല്ലെ? പട്ടാളക്കാരെ 100 ബറ്റാലിയൻ ഇങ്ങനെയൊക്കെ തിരിക്കുന്നുണ്ടിട്ടില്ലേ? ആ ബറ്റാലിയൻ, ഈ ബറ്റാലിയൻ എന്ന് പറയുന്നത് പോലെ, എടക്കാട് ബറ്റാലിയൻ പറഞ്ഞ കേട്ടിട്ടില്ലേ? അപ്പൊ അത് എന്ന് പറയുന്നത് പോലെ ഈ ഒരു ബറ്റാലിയൻ എന്ന് പറഞ്ഞാൽ 100 പേരുടെ ഒരു സംഘത്തിന്റെ, അല്ലാതെ ശതാധിപൻ എന്ന് പറഞ്ഞാൽ അയാളുടെ പേരല്ല, അയാളുടെ സ്ഥാനപ്പേരാണ്. 100 പേരുടെ അധിപൻ. അവനാണ് ഈശോയെ കുത്തുന്നത്. അല്ലേ? കർത്താവ് കുരിശി കിടക്കുന്ന സമയത്ത് ശതാധിപൻ എന്ത് ചെയ്തു? കുന്തം കൊണ്ട് കുത്തി. ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി നമ്മൾ കാണിക്കുന്ന ശതാധിപൻ എന്ന് പറഞ്ഞതുപോലെ ലെഗിയോൺ. അല്ലെ? ഞങ്ങൾ അനേകം പേരുണ്ട്. കണ്ടോ? അവൻ പറയാണ്, ഞങ്ങള് ഒരാളല്ല. അല്ലെ? ഞങ്ങൾ എത്ര പേരുണ്ട്? ഒത്തിരി പേര്. ഒരു ഗ്രൂപ്പാണ്. ഒരുത്തനെ കൊണ്ട് തന്നെ സഹിക്കാൻ വയ്യ. അപ്പോഴാണ് 6000 പിശാച് ഇങ്ങനെ, അല്ലെ, സർക്കസ് കൂടാരം പോലെ കൂടാരം കെട്ടി പാർക്കുന്ന ഒരവസ്ഥയാണിത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വഴക്കുണ്ടാകുന്ന വീടുകൾ, എപ്പോഴും അസ്വസ്ഥതയും സംശയവും ആടിയും പിടിയും ഉള്ള വീട്ടിൽ ഒരു പിശാചാണോ ഉള്ളത്? 6000 പിശാചും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണത്. അത്രയും പ്രാർത്ഥന ആവശ്യമുണ്ട് അങ്ങനെയുള്ള വീടുകളിൽ.
വായിക്കാമോ? അവർ പന്നിക്കൂട്ടത്തിലേക്ക്, അല്ല ഇവിടെ അല്ലല്ലോ, ഞങ്ങൾ അനേകം പേരുണ്ട്. 10-ാമത്തെ വചനം, ഞങ്ങളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കരുതേ എന്ന് അവൻ എന്ത് ചെയ്തു? കേണപേക്ഷിച്ചു. അല്ലേ? ആ നാട്ടിൽ നിന്ന് പുറത്താക്കരുതേ എന്ന് അപേക്ഷിച്ചു. ധൂർത്തപുത്രൻ എന്താ ചെയ്തത്? അവൻ അവൻ്റെ നാട് വിട്ടുപോയവനാണ്. അല്ലേ? അവൻ അപ്പൻ്റെ വീട് വിട്ടുപോയവനാണ്. ഇവിടെ അവൻ തിരിച്ചു പറയുകയാണ്, ഞങ്ങളെ ഈ പിശാചിൻ്റെ നാട്ടിൽ നിന്ന് പുറത്താക്കരുതേ. അല്ലേ? അടുത്ത വായിച്ചേ. വലിയൊരു പന്നിക്കൂട്ടം മലയരികിൽ മേയുന്നുണ്ടായിരുന്നു, ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കുക. അല്ലെ, ഞങ്ങൾ അവയിൽ പ്രവേശിച്ചു കൊള്ളട്ടെ എന്നവർ അപേക്ഷിച്ചു. അവൻ അനുവാദം നൽകി. അശുദ്ധാത്മാക്കൾ പുറത്തു വന്ന് പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു. ഏകദേശം 2000 പന്നികൾ ഉണ്ടായിരുന്നു. അല്ലേ? പന്നി നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് അത് ചെയ്യുന്ന നാശനഷ്ടങ്ങൾ നമുക്കറിയാം. ഒരു പന്നിയുടെ ശല്യം നമുക്കറിയാം. അപ്പോഴാണ് 2000 പന്നികൾ. അല്ലേ? എത്ര മനുഷ്യന്റെ ശരീരത്തിൽ ജീവിച്ചിരുന്ന പിശാചാണിത്? ഒരാളിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന പിശാച് എത്ര പന്നികളിലേക്കാണ് കയറിയത്? 2000 പന്നി. മനസ്സിലാവണം. അപ്പോൾ ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള പൈശാചിക നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. പന്നിക്കൂട്ടം. ധൂർത്തപുത്രന്റെ ഉപമയിലും നമ്മൾ എന്ത് കാണുന്നുണ്ട്? ഒരു പന്നിക്കൂട്ടം. പിശാചിനെ കർത്താവ് വിട്ടത് പന്നിക്കൂട്ടത്തിലേക്കാണ്. അതേ പന്നിക്കൂട്ടത്തിലേക്കാണ് ഒരു ഇളയ മകൻ പോകാൻ ആഗ്രഹിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് പിശാചുക്കളെ പുറത്താക്കി ഒരു സ്ഥലത്തേക്ക് എന്ത് ചെയ്തു? ധൂർത്തപുത്രന്റെ ഉപമയിൽ ഒരു മനുഷ്യൻ പോകാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പോകാൻ പാടില്ലാത്ത ഇടങ്ങളിൽ പോകാനായിട്ട് പാടില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. താഴോട്ട് വായിച്ചോ. പന്നിക്കൂട്ടം മലയരികിൽ മേയുന്നുണ്ടായിരുന്നു, ഞങ്ങളെ 12 ഞങ്ങൾ അവയിൽ പ്രവേശിച്ചു കൊള്ളട്ടെ എന്ന് അവർ അപേക്ഷിച്ചു. ആരാണ് അപേക്ഷിച്ചത്? ഈ പിശാചുക്കൾ അപേക്ഷിച്ചു. അവൻ അനുവാദം നൽകി. അശുദ്ധാത്മാക്കൾ പുറത്തു വന്ന് പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു. ഏകദേശം 2000 പന്നികളുണ്ടായിരുന്നു. അവ കിഴക്കാൻ തൂക്കായ തീരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങി ചത്തു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എവിടെയാണത് മുങ്ങിച്ചത്തത്? കടലിലാണ്. മനസ്സിലാവുണ്ട്. ഇനി ഈ സംഭവത്തിന് തൊട്ടു മുൻപിൽ മറ്റൊരു സംഭവമുണ്ട്. എന്താണത്? മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അവസാനത്തെ ഭാഗം വായിച്ചേ. എന്താണത്? കടലിനെ കർത്താവ് ശാന്തമാക്കും. അതും ഈ സംഭവമായിട്ടൊരു ബന്ധമുണ്ട്. വായിച്ചേ 35-ാമത്തെ വചനം. അന്ന് സായാഹ്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. എന്തിനാണ് അക്കരയ്ക്ക് പോയത്? പറ. അത് ഒരു കർത്താവിൻ്റെ ഒരു യാത്രയാണ്. എന്തിനാണ് കർത്താവ് അക്കരയ്ക്ക് പോകാമെന്ന് തീരുമാനിച്ചത്? ഈ ലഗിയോണെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈശോ വരുന്നുണ്ട് എന്ന് ആർക്ക് മനസ്സിലായി? പിശാച് ബാധിതന്, അല്ലെങ്കിൽ ആ പിശാചുക്കൾക്ക് മനസ്സിലായി. കർത്താവ് കടലിന്റെ അക്കരയ്ക്ക് പോയത് എന്തിനു വേണ്ടിയിട്ടാണ്? മനസ്സിലാവുന്നു. 5-ാമത്തെ വചനം വായിച്ചേ. അവർ കടലിന്റെ മറുകരയിൽ ഗരസേനരുടെ നാട്ടിൽ എത്തി. അപ്പൊ ഈ യാത്രയുടെ സ്റ്റാർട്ടിങ് നടക്കുന്നത് എവിടെയാണ്? 35-ാമത്തെ 4:35 മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? 4:35 അവിടെ വെച്ചാണ് കർത്താവ് ഈ കടലിന്റെ അപ്പുറത്തേക്ക് ഗരസേനരുടെ നാട്ടിലേക്ക് പോകാനുള്ള കപ്പലും കാത്ത് വള്ളവും കാത്ത് കിടക്കുകയാണ്. വായിച്ചേ. നമുക്ക് 36 നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവരിരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു. വായിച്ചേ. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി, തിരമാലകൾ വഞ്ചിയിലേക്ക്, ശ്രദ്ധിച്ചേ, ഇപ്പൊ കർത്താവ് എവിടെയാണ്? വഞ്ചിക്കകത്താണ്. അല്ലേ? ഈ വഞ്ചി മാത്രമേ കടലിലുള്ളോ? വായിച്ചേ. തൊട്ട് മുമ്പിലുള്ള വചനം വായിച്ചേ. വായിച്ചേ 36. ശ്രദ്ധിച്ച് വായിക്കണം. നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവനിരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളും എന്തുണ്ടായിരുന്നു? കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് വള്ളങ്ങൾ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ശ്രദ്ധിച്ചോ. അപ്പോൾ ഒരു 10 ഉണ്ടെന്ന് ചുമ്മാ വിചാരിക്കുക. ഞാൻ ഊഹിച്ച് പറഞ്ഞതാണ്. ഒരു 10 വള്ളം ഉണ്ടെന്ന് വിചാരിക്കുക. കർത്താവിൻ്റെ വള്ളം ഉൾപ്പെടെ എത്ര വള്ളമുണ്ട്? പഠിക്കാൻ വേണ്ടി പറയാണ്. ഒരു 10 ഉണ്ട്. അല്ലേ? ഇനി താഴോട്ട് വായിച്ച് 37. അപ്പോൾ വലിയ കൊടുങ്കാറ്റുണ്ടായി, തിരമാലകൾ വഞ്ചികളിലേക്ക് എന്നാണോ പറഞ്ഞിരിക്കുന്നത്? അല്ല, വഞ്ചിയിലേക്ക്. മനസ്സിലാവുന്നുണ്ടോ? 10 വള്ളം മൊത്തത്തിലുണ്ട്. പക്ഷെ ഒരു വള്ളത്തിൽ മാത്രമേ കാറ്റുള്ളൂ. അതേതാണ്? കർത്താവിൻ്റെ വള്ളത്തിലാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? വള്ളങ്ങൾ ഒരുപാടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ വഞ്ചിക്കകത്തേക്കാണ് എന്ത് അടിച്ചു കയറിയത്? കാറ്റടിച്ചു കയറിയത്. മനസ്സിലാവണം. ഒരു തിരമാല അടിച്ചു കയറി, അല്ലെ, പ്രകമ്പനം കൊള്ളിപ്പിച്ചത് ഒരു വഞ്ചിയിലാണ്. മനസ്സിലാവണ്ടോ? കർത്താവ് ഉള്ള വഞ്ചി കുലുങ്ങും. മനസ്സിലാവെന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവില്ല എന്ന് ചിന്തിക്കരുത്. പ്രതിസന്ധി ഉണ്ടാകും, പക്ഷെ ഈ വഞ്ചി മറുകരയിലെത്തും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ.
അതുകൊണ്ട് കർത്താവിനെ വിളിച്ചു. അതുകൊണ്ട് എനിക്ക് എന്തു സംഭവിച്ചു? ഞാൻ എല്ലാ ആഴ്ച പള്ളിയിൽ പോകുന്നതാണ്, എനിക്ക് എന്തുകൊണ്ട് ക്യാൻസർ വന്നു? ക്യാൻസർ വരും. ഈ വഞ്ചിക്കകത്തേക്ക് കാറ്റടിക്കും, പക്ഷേ നിന്റെ ലക്ഷ്യത്തിൽ നീ എത്തും, മറുകരയിലെത്തും. നീ വഴിയരികിൽ ഡ്രൗൺ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നീ ഈ പകുതി വഴിയിൽ മുങ്ങി നശിക്കില്ല. ഈ പകുതി കൊണ്ട് നീ നീ ഇത് പൂർത്തിയാക്കും. ഈ ജീവിതം നീ പൂർത്തിയാക്കും. മനസ്സിലാവണം, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന മിഷൻ, ആ ദൗത്യം നീ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. വഞ്ചിയിൽ വെള്ളം വരും, അല്ല, കാറ്റടിക്കും, വെള്ളം കയറും, തിരമാലകൾ വരും, വഞ്ചി മറിയുന്നത് പോലെയൊക്കെ തോന്നും, പക്ഷേ ഈ വഞ്ചി മറുകര എത്തുക തന്നെ ചെയ്യും. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവും, ഈ വഞ്ചി എവിടെ എത്തും? മറുകരയിൽ എത്തുക തന്നെ ചെയ്യും. ഈ വഞ്ചി എത്താതെ പോവില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരു മനോഹരമായ ഒരു വചനം. എനിക്ക് അപ്പസ്തോല പ്രവർത്തനത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വചനം ഞാൻ പണിഞ്ഞു തരാം. അപ്പസ്തോല പ്രവർത്തനം 27-ാമത്തെ അധ്യായമാണ്. ഇതുപോലെ ഒരു കപ്പൽ തകർന്ന സംഭവമാണ്. ഒരു വഞ്ചിക്കകത്തേക്ക് വെള്ളം കയറിയതാണ്. ആരുടെ വഞ്ചിയാണെന്ന് അറിയാമോ? പൗലോസ്ലിഹായുടെ വഞ്ചിയാണ്. മനസ്സിലാവുന്നുണ്ടോ? മാൾട്ട ദ്വീപിൽ എത്തുന്നതിന് മുൻപ് ഈ വഞ്ചി മുഴുവൻ തകർന്നു. 27-ാമത്തെ അധ്യായം, 27 അപ്പസ്തോല പ്രവർത്തനത്തിലെ ഏറ്റവും ചെറിയ ഒരു വചനമാണ്. 27-26 അപ്പസ്തോല പ്രവർത്തനം 27-ാം അധ്യായം. ഒരു പ്രാർത്ഥനയാണത്, വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. 26 വായിച്ചേ. നാം ഒരു ദ്വീപിൽ ചെന്നു പറ്റും. ഏറ്റവും ചെറിയ വചനമാണ്. ഒരു ദ്വീപിൽ നാം ചെന്നു പറ്റും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഈ കടലിൽ കിടന്ന് നശിക്കുവോ? ഇല്ല. നമ്മൾ ഇവിടെ മുങ്ങിപ്പോവില്ല. ആരും പേടിക്കണ്ട. കപ്പലൊക്കെ തകർന്നു, പക്ഷെ പേടിക്കണ്ട. പൗലോസ്ലീഹ പറയാണ് നാം ഒരു ദ്വീപിൽ ചെന്നു പറ്റും. ആ ദ്വീപിന്റെ പേരാണ് മാൾട്ടാ ദ്വീപ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവണം, ഇന്നും ആ ദ്വീപുണ്ട്. പൗലോസ്ലീഹ വന്ന പള്ളിയും താമസിച്ച സ്ഥലങ്ങളും പൗലോസ്ലീഹ മാതാവിന്റെ ചിത്രം വരച്ചു എന്നൊക്കെ പറയുന്ന ആ ദേവാലയമൊക്കെ ഇന്നും മാൾട്ടയിലുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അല്ലെ, വചനം എന്താണ്? അപ്പസ്തോല പ്രവർത്തനം 27-26 നാം ഒരു ദ്വീപിൽ ചെന്ന് പറ്റും. നമ്മൾ ഈ കടലിൽ വീടില്ല, നമ്മൾ ഈ കടലിൽ മുങ്ങില്ല. വള്ളം തകർന്നു, വഞ്ചി തകർന്നു, എല്ലാം തകർന്നു, പക്ഷെ പേടിക്കണ്ട, നമ്മൾ ഒരു ദ്വീപിൽ ചെന്ന് പറ്റും. നാം ഒരു കരയിൽ ചെന്ന് പറ്റും. ഒരു കര നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അതൊരു പ്രത്യാശയുടെ വചനമാണ്, അല്ലേ? അപ്പോ ഈ മർക്കോസിൽ നമ്മൾ വായിക്കുകയാണ്, വഞ്ചിയിലേക്ക് എന്തടിച്ചു കയറി? വെള്ളം അടിച്ചു കയറി. മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ടാണ് പിശാച് ഇളകിയത്? ഇത് പിശാചിന്റെ ഒരു പരിദേവനമായിട്ടാണ് സഭാപിതാക്കന്മാർ കാണുന്നത്. കാരണം എന്താണെന്ന് അറിയാമോ? ഈ കടലിനപ്പുറത്ത് നാളെ ഒരു സൗഖ്യം നടക്കാനുണ്ട് എന്ന് പിശാചിന് മനസ്സിലായി. കാരണം ആര് വരുന്നു? കർത്താവ് വരുന്നു. അതുകൊണ്ടാണ് കർത്താവിനെ ആദ്യം ചെന്നിട്ട് ഇംപ്രസ് ചെയ്യുന്നത്. അയ്യോ കർത്താവേ, നീ മഹോന്നതനാണ്, നീ ദൈവത്തിന്റെ പുത്രനാണ്, എങ്കിലും നീ എന്തിനാ വന്നത് എന്ന് ചോദിച്ച് ഇത് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ്. മനസ്സിലാവും? നീ എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? നീ ഈ കടലും കടന്ന് ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ? ഞങ്ങൾ ഇവിടെയൊക്കെ അങ്ങ് ജീവിക്കില്ലേ? മനസ്സിലാവണം, ഞങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങ് നശിച്ച് ജീവിക്കും. അതുകൊണ്ട് നീ എന്തിനിടപെടുന്നു എന്നാണ് പിശാചി ചോദിച്ചത്. അപ്പോ നിങ്ങൾ എപ്പോഴും ഓർക്കുക, ഒരു പ്രതിസന്ധി, ഒരു തിരമാല വരുമ്പോ ആ തിരമാലക്കടുത്ത ദിവസം ഒരു സൗഖ്യമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? ഒരു പാട്ട് തന്നെ അങ്ങനെ ഉണ്ട്, ഒരു തിരമാലയ്ക്കപ്പുറം ഒരു സൗഖ്യമുണ്ട് എന്ന് നീ ഓർക്കണം. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. അപ്പൊ അതിനകത്ത് അങ്ങനെയാണ് പറയുന്നത്, അല്ലെ? എന്താ പറഞ്ഞത്? അല്ലെ, ഈ തിരമാലയ്ക്കപ്പുറം എന്തുണ്ട്? ഒരു ജീവിതമുണ്ട്. ഒരുത്തന്റെ ജീവിതം സുഖപ്പെടുത്തും പോകുമ്പോ കർത്താവിന്റെ വരവ് മുടക്കാനായിട്ട് എന്ത് ചെയ്യാണ്? കർത്താവ് കയറിയ വഞ്ചി ഇളകാൻ തുടങ്ങി. അത് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? എന്നാ പിന്നെ തിരിച്ചു പോയേക്കാം എന്ന് കരുതരുത്. ചില കാറ്റും കോളുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ജീവിതത്തിന്റെ അവസാനമാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും ചിന്തിക്കരുത്. ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുമ്പോൾ അത് ജീവിതത്തിന്റെ അവസാനമാണ് എന്ന് നമ്മൾ ചിന്തിക്കരുത്. കർത്താവ് നമുക്ക് വേണ്ടി ഒരു ദ്വീപ് വെച്ചിട്ടുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അനുഗ്രഹത്തിന്റെ ഒരു മാൾട്ടാ ദ്വീപ് നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കപ്പൽ തകരാം, നമ്മൾ പോകുന്ന വഴികളിൽ കാറും കോളും ഉണ്ടാകാം, ആളുകൾ നമുക്കെതിരെ നിൽക്കാൻ, നമ്മളെ തടയാൻ ജെറീക്കോ കോട്ടകൾ പലത് നമ്മുടെ ജീവിതത്തിന് മുൻപിൽ ഉണ്ടാകും. പക്ഷേ ഒരു 13 തവണത്തെ പ്രദക്ഷിണം കഴിയുമ്പോഴത്തേക്ക് ഒരു മഹാകോട്ട, മനസ്സിലാവും, കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത വിധം നമ്മുടെ മുമ്പിൽ തകർന്നു വീഴുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു പ്രതിസന്ധിയുടെ കോട്ട, ഒരു ജെറീക്കോ മതിൽ നമ്മുടെ മുൻപിൽ ഒരു 13 തവണത്തെ പ്രദക്ഷിണം ഈശോയെ എന്ന് വിളിച്ചുകൊണ്ട് ഹല്ലേലൂയ വിളിച്ച് ഇസ്രായേൽ ജനം 13 തവണ ഈ കോട്ടയ്ക്ക് ചുറ്റും നടന്നപ്പോ 6 വരി പാതയുടെ വീതിയിലുള്ള ഒരു മഹാകോട്ട കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നിലത്തു വീണ ചരിത്രമുള്ള ഒരു വിശുദ്ധ ഗ്രന്ഥമാണ്
നമ്മുടെ കയ്യിലുള്ളത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മുടെ ചരിത്രം മോശപ്പെട്ട ഒരു ചരിത്രമല്ല, കടലിൽ വീണ് മരിച്ചുപോയ ഒരു ചരിത്രമല്ല നമ്മുടേത്. കടലിന് നടുവിലൂടെ ചെങ്കടൽ വെട്ടി വഴി നടത്തിയവനെ കാണുകയും ആ വഴിയിലൂടെ നടന്നു പോവുകയും ചെങ്കടൽ തിര പോലെ ചിറ പോലെ രണ്ട് സൈഡുകളിലും നിൽക്കുന്നത് കണ്ണുകൊണ്ട് കാണുകയും ചെയ്ത മനുഷ്യരാണ് നമ്മൾ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് ചെങ്കടൽ രണ്ടായി മാറിയതും അതിന് നടുവിലൂടെ ഒരു പാത രൂപപ്പെടുന്നതും കണ്ടവരാണ് നമ്മളെന്ന് നമ്മൾ തിരിച്ചറിയണം പ്രിയമുള്ളവർ. കണ്ടവരാണ് നമ്മൾ, അത് അനുഭവിച്ചറിഞ്ഞവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ പതറേണ്ട കാര്യമില്ല, അതുകൊണ്ട് നമ്മൾ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകേണ്ട കാര്യമില്ല. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ചില കാറ്റും കോളും തലേന്ന് രാത്രിയിൽ ഉണ്ടായാലും പിറ്റേന്ന് രാവിലെ ഒരു സൗഖ്യം കടന്നു വരുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ വായിച്ചേ 14 മുതലുള്ള വചനങ്ങൾ പെട്ടെന്ന് വായിച്ച് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. പന്നികളെ മേയിച്ചുകൊണ്ടിരുന്നവർ ഓടിപ്പോയി നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും വിവരമറിയിച്ചു. സംഭവിച്ചതെന്ത് എന്ന് കാണാൻ ജനങ്ങൾ വന്നുകൂടി. അവർ യേശുവിന്റെ അടുത്തെത്തി. ലെഗിയോൺ ആവേശിച്ചിരുന്ന പിശാച് ബാധ കണ്ടോ, അവരുടെ ജീവിതം മാറി. വായിച്ചേ, വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് അവർ കണ്ടു. ആ വാക്കൊന്ന് വരച്ചോണം, സുബോധം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. എന്താണ്? പരിശുദ്ധാത്മാ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആത്മീയ അനുഭവമാണ് എന്ത്? സുബോധം. ഈ വാക്ക് ലൂക്കാ സുവിശേഷത്തിൽ ആവർത്തിക്കുന്നുണ്ട്. വായിക്കാമോ? ഈ ധൂർത്തപുത്രന്റെ ഉപമയിൽ തന്നെ ലൂക്ക 15 വായിക്കാമോ? ലൂക്ക 15-ാമത്തെ അധ്യായം. ലൂക്ക 15-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇത് വായിക്കുന്നുണ്ട്. 16 മുതലുള്ള വചനം വായിച്ച ലൂക്ക 15-16. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറ് നിറയ്ക്കാൻ അവൻ ആശിച്ചു, പക്ഷെ ആരും അവന് കൊടുത്തില്ല. 17-ാമത്തെ വചനം വായിച്ചേ. അപ്പോൾ അവന് സുബോധമുണ്ടായി. എന്തുണ്ടായി? സുബോധമുണ്ടായി. മനസ്സിലാവുന്നുണ്ടോ? ഈ പിശാച് ബാധിച്ചിരുന്നവന് എന്തില്ല? പറയൂ, എന്തില്ല? സുബോധമില്ല. മനസ്സിലാവുന്നുണ്ടോ? സുബോധമില്ല അല്ലേ? ദൈവം കൂടെ ഉണ്ടെന്നൊരു ചിന്ത അവനില്ല. ആത്മഹത്യ ചെയ്യാൻ അവൻ ഓടി നടക്കുകയാണ്, അല്ലെങ്കിൽ അവൻ ഞാൻ നശിച്ചു എന്ന് പറഞ്ഞ് ഓടി നടക്കുകയാണ്. മദ്യപിച്ച് ജീവിതം നശിപ്പിക്കുകയാണ്. മനസ്സിലാണോ? മറ്റുള്ളവരുമായിട്ട് അസ്വസ്ഥപ്പെട്ട് വഴക്കുണ്ടാക്കി ജീവിതം നശിപ്പിക്കുകയാണ്. സുബോധമില്ലാത്ത അവസ്ഥ. അതുകൊണ്ട് കർത്താവ് പരിശുദ്ധാത്മാ വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആത്മീയ കൃപയുടെ പേരാണ് എന്ത്? സുബോധമുണ്ടാകും. മനസ്സിലാണോ? സുബോധം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. വായിച്ചേ. അവൻ വസ്ത്രം ധരിച്ച്, മർക്കോസ് 5:15, അവൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ആയിരിക്കുന്നത് കണ്ട് അവരെന്ത് ചെയ്തു? ഭയപ്പെട്ടു. പിശാച് ബാധിതനും പന്നികൾക്കും സംഭവിച്ചത് കണ്ടവർ അക്കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. തങ്ങളുടെ പ്രദേശം വിട്ടുപോകണമെന്ന് അവർ യേശുവിനോട് അപേക്ഷിച്ചു. അവർ വഞ്ചിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ പിശാച് ബാധിച്ചിരുന്ന മനുഷ്യൻ അവനോടുകൂടി പോകുന്നതിന് അനുവാദം ചോദിച്ചു. എന്നാൽ യേശു അനുവദിച്ചില്ല. അവൻ പറഞ്ഞു, നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക. കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. അപ്പോൾ ആദ്യത്തെ സുവിശേഷം നമ്മൾ പറയേണ്ടത് ആരോടാണ്? നാട്ടുകാരോടല്ല, വീട്ടുകാരോടാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ആദ്യം കറക്റ്റ് ചെയ്യപ്പെടേണ്ടത് എവിടെയാണ്? നമ്മുടെ വീടുകളാണ്. മനസ്സിലാക്കണം, എപ്പോഴും മനസ്സിലാക്കിക്കോണം. ഒരു ശുശ്രൂഷ ആദ്യം ആരംഭിക്കുന്നത് ആഫ്രിക്കയിലല്ല, നിന്റെ വീട്ടിലാണ്. ഒരാത്മീയ ശുശ്രൂഷ ആരംഭിക്കുന്നത് എവിടെയാണ്? വീട്ടിൽ ഒരു ക്രമീകരണം ഉണ്ടാകണം. ഹെസക്കിയായോട് യേശയ്യാ പ്രവാചകൻ എന്ന് പറയുന്നുണ്ട്, നീ മരിക്കാറായി, നിന്റെ ഭവനം നീ എന്ത് ചെയ്യുക? ക്രമപ്പെടുത്തുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിന്റെ ഭവനം ക്രമപ്പെടുത്തുക, വീട് ക്രമപ്പെടുത്തുക. വീടെന്ന് പറഞ്ഞാൽ നമ്മളായിരിക്കുന്ന ലൊക്കേഷൻ, നമ്മൾ ജീവിക്കുന്ന ഇടങ്ങൾ, അതാദ്യം വിശുദ്ധമാകണം. അത് വിശുദ്ധമാകാതെ നാട്ടിലേക്ക് ഇറങ്ങാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഈ പിശാച് ബാധിതനായ മനുഷ്യൻ, അവൻ ഇത്രയും നാൾ ആളുകളെ പേടിപ്പിച്ചുകൊണ്ടിരുന്നവനാണ്. ഈശോയെ നീ എന്തിന് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞുകൊണ്ടിരുന്നവനാണ്. അവൻ പറയണ, കർത്താവേ ഞാൻ നിന്റെ കൂടെ വരട്ടെ. നേരത്തെ വന്നതിനെ കുറ്റപ്പെടുത്തിയവനാണ്. ഇപ്പൊ അവന്റെ ഉള്ളിലുള്ള പൈശാചിക തിന്മ മാറി. പൈശാചിക തിന്മ വിട്ടുമാറുന്നതിന്റെ ഒരു ലക്ഷണമാണ് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ള ഒരു കൊതി നമ്മുടെ ജീവിതത്തിൽ വരും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. തിന്മ വിട്ടുമാറുന്നതിന്റെ ഒരു ലക്ഷണമാണ് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നൊരു കൊതി നമ്മുടെ ഉള്ളിൽ വരും. കൊതി ഒരു പാപമാണ്, പക്ഷെ സുവിശേഷത്തിന്റെ ആഗ്രഹത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം അതൊരു നന്മയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ ഇവൻ പറയുകയാണ്, കർത്താവേ ഞാൻ നിന്റെ കൂടെ വരട്ടെ, ഈ വഞ്ചിക്കകത്ത് തന്നെ വരട്ടെ. ഇന്നലെ തകർന്നു പോകാനിരുന്നൊരു വഞ്ചിയാണ്,
പിശാച് മുക്കിക്കളയാൻ തീരുമാനിച്ചിരുന്ന ഒരു വഞ്ചിയാണ്. പക്ഷേ ആ വഞ്ചിക്കകത്തേക്ക് ഞാൻ കയറട്ടെ, ഇനി ഈ വഞ്ചിയാണ് എൻ്റെ ജീവിതം. നീ എവിടെയുണ്ടോ, ഇനി കല്ലറയല്ല എൻ്റെ ചുറ്റുപാട്, നീ എവിടെയുണ്ടോ അവിടമാണ് എൻ്റെ ചുറ്റുപാട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മുടെ ചുറ്റുപാടെന്ന് പറയുന്നത് നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നതല്ല. കർത്താവ് എവിടെയുണ്ടോ അവിടമാണ് നമ്മുടെ ചുറ്റുപാട്. അവിടങ്ങളിലാണ് നമ്മൾ ചുറ്റിത്തിരിയേണ്ടത്. കർത്താവ് ഉള്ളിടത്താണ് നമ്മൾ കറങ്ങി നിൽക്കേണ്ടത്. അതുകൊണ്ടാണ് സുഭാഷിതങ്ങൾ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ അവസാനത്തവനാകരുത്, തമ്മലെ വഴിയരികിൽ തങ്ങി നിൽക്കാതെ വീട്ടിലേക്ക് മടങ്ങുക. വീട് എന്ന് പറയുന്നത് കർത്താവാണ്, കർത്താവിന്റെ ഹൃദയമാണ്. വഴിയരികിൽ നിന്ന് കറങ്ങാതെ കർത്താവിന്റെ അടുത്തേക്ക് പോവുക. നീ മറ്റു കാര്യങ്ങളിൽ കിടന്ന് ഇടപെടാതെ കർത്താവിന്റെ അടുത്തേക്ക്, ആ ഹൃദയത്തിനുള്ളിലേക്ക് പോവുക. വഴിയരികിൽ കറങ്ങാതെ വീടിനുള്ളിലേക്ക് പോകുക. വീട് എന്ന് സൂചിപ്പിക്കുന്നത് കർത്താവിന്റെ ഹൃദയമാണ്. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്, കർത്താവിന്റെ വയലും വീടുമാണ് നമ്മൾ. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ അവിടുത്തെ വേലക്കാരാണ്, അവിടുത്തെ വയലും വീടുമാണ് നമ്മൾ. അപ്പൊ നമ്മളെ കർത്താവാണ് നമ്മുടെ വീട്. നമ്മൾ ആ വീട്ടിലാണ് വസിക്കേണ്ടതാണ്. ബഥേൽ, കർത്താവിന്റെ ഭവനം, അവിടെയാണ് നമ്മൾ വസിക്കേണ്ടത്. അപ്പൊ ഈ പിശാചി ബാധിതൻ ചെന്ന് പറയാണ്, ഞാൻ വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് എന്തു പറഞ്ഞു? നീ നിന്റെ വീട്ടിലേക്ക് പോവുക. മനസ്സിലാവണം, വീട് വളരെ പ്രധാനപ്പെട്ടതാണ്. വീട്ടിലേക്ക് പോകുക. അവിടെ ചെന്ന് നീ സുവിശേഷം പറയുക. അവിടെ ചെന്ന് നിന്റെ ആളുകളോട് പറയുക, കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നുണ്ട്. സുവിശേഷം ആരംഭിക്കേണ്ടത് എവിടെ നിന്നാണ്? വീടുകളിൽ നിന്നാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തിരുസഭ പഠിപ്പിക്കുന്നത്, വീട് എന്ന് പറയുന്നത് ഗാർഹിക സഭയാണ്, ഡൊമസ്റ്റിക് ചർച്ച്. മനസ്സിലാവുന്നത്? നമ്മുടെ വീടുകൾ എന്താണ്? സഭയാണ്, ഗാർഹിക സഭയാണ്. അവിടെയാണ് നമ്മൾ ആദ്യത്തെ ശുശ്രൂഷ ആരംഭിക്കേണ്ടത്. വീടുകളിൽ പരിശുദ്ധി കടന്നു വരണം. ഇനി അതിനുശേഷം അവൻ എന്ത് ചെയ്തു? അവൻ പോയി അവൻ അതുപോലെ ചെയ്തു കേട്ടോ. യേശു തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തെന്ന് ദെക്കാപോളീസിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. എന്താണ് ദെക്കാപോളീസ് എന്ന് പറഞ്ഞാൽ? ഡക്ക എന്ന് പറഞ്ഞാൽ 10 എന്നാണ് അതിന്റെ അർത്ഥം. 10 നഗരങ്ങളിൽ പോയി അവൻ എന്താണ് പ്രഘോഷിച്ചു എന്ന് പറഞ്ഞാൽ 10 നഗരങ്ങൾ. ഈ 10 നഗരങ്ങളെ പറ്റി വേറൊരു ഉപമയിൽ കർത്താവ് പറയുന്നുണ്ട്, 5 കിട്ടിയവൻ 5 കൂടി നേടി, അവന് 10 നഗരങ്ങളുടെ മേൽ കർത്താവ് അധികാരം കൊടുത്തു. ദെക്കാപോളീസ് എന്ന് പറഞ്ഞാൽ 10 നഗരങ്ങൾ. 10 നഗരം. പോളീസ് എന്ന് പറഞ്ഞാൽ സിറ്റി എന്നാണ് അർത്ഥം. പോളീസ് എന്ന് പറയുന്നത് കുസ്തന്റീനോ പോളീസ് എന്ന് പറഞ്ഞാൽ ഒരു സിറ്റി എന്നാണ് അർത്ഥം. 10 നഗരങ്ങളിൽ അവൻ എന്ത് ചെയ്തു? കർത്താവിനെ പ്രഘോഷിച്ചു. 10 നഗരങ്ങളുടെ അപ്പസ്തോലനായി ശവക്കോട്ടയിൽ കിടന്നവൻ എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് ജീവിതങ്ങളെയും മാറ്റിമറിക്കാൻ ആർക്ക് സാധിക്കും? കർത്താവൻ. എത്ര ചങ്ങലകൾ നിന്റെ ശരീരത്തിന് ചുറ്റുമുണ്ടെങ്കിലും, നിന്റെ വീട് എത്ര ദുർഘടമായ സാഹചര്യങ്ങളുടെ പോകുന്നതാണെങ്കിലും, നിന്നെ ഒരു അപ്പസ്തോലനാക്കി മാറ്റാൻ ആർക്ക് സാധിക്കും? കർത്താവിന് സാധിക്കും. There will become a tremendous change. ഒരു വലിയ മാറ്റം കർത്താവ് ഈ സമയം കർത്താവിന്റെ ജീവിതത്തിൽ നൽകും. നമ്മൾ മാറണം. നമ്മൾ കർത്താവിന് വേണ്ടി മരിക്കുന്നവരായിട്ട് മാറണം. മനസ്സിലാക്കണം? ഒരു കല്ലറ സ്വന്തമായിരുന്നവനെ, ഒരു ശവക്കോട്ട സ്വന്തമായിരുന്നവനെ 10 നഗരങ്ങളുടെ സുവിശേഷകനായി കർത്താവ് ഒരൊറ്റ നിമിഷം കൊണ്ട് മാറ്റിയെടുത്തു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെ 10 നഗരങ്ങളിൽ സുവിശേഷം പ്രഘോഷിച്ചതുകൊണ്ട് ഒരു വചനം അവന്റെ ഉള്ളിൽ പൂർത്തിയായി. ഏതാണ് ആ വചനം? അവനിൽ വിതയും ഉഴവും ഉണ്ടായി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ.